പ്ലസ് ടുവിലെ മാക്രോ ഇക്കണോമിക്സിലെ രണ്ടാമത്തെ ചാപ്റ്റർ നാഷണൽ ഇൻകം അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. ഈ ഒരു ചാപ്റ്റർ നമ്മൾ കുറേ മുന്നേ നമ്മുടെ ക്ലാസ് റൂമിൽ ഡിസ്കസ് ചെയ്തതാണ്, പൂർത്തിയാക്കിയതാണ്. പക്ഷേ ഫോക്കസ് ഏരിയ അത് പ്രഖ്യാപിച്ചു കഴിഞ്ഞപ്പോൾ ഈ ചാപ്റ്ററിൽ നിന്ന് ഫോക്കസ് ഏരിയയിൽ വന്നിരിക്കുന്നത് എന്തൊക്കെയാണ്? വലിയൊരു ശതമാനവും ഈ ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത ഭാഗങ്ങളൊക്കെ ഫോക്കസ് ഏരിയയിൽ വന്നിട്ടുണ്ട്. മാക്രോ ഇക്കണോമിക്സ് കൺസെപ്റ്റുകൾ, ആ ഡിഫറെൻറ്റ് കൺസെപ്റ്റുകൾ അവിടെ നാഷണൽ ഇൻകം, പെർ ക്യാപിറ്റ ഇൻകം, സ്റ്റോക്ക് ആൻഡ് ഫ്ലോസ് വേരിയബിൾസുകൾ, അതുപോലെ ഡിസ്പോസിബിൾ ഇൻകം, നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ്, നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം അബ്രോഡ്, അതുപോലെ ഡിപ്രീസിയേഷൻ, ഇൻവെൻട്രി, അങ്ങനെ പറയുന്ന കുറേ ബേസിക് മാക്രോ ഇക്കണോമിക് കൺസെപ്റ്റുകളുണ്ട്. അതൊക്കെ ഫോക്കസ് ഏരിയയിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ആ കാര്യങ്ങൾ ഓരോന്നും കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ദെൻ നാഷണൽ ഇൻകത്തിൻ്റെ മെഷറിംഗ് മെത്തേഡുകളാണ് ഔട്ട്പുട്ട് മെത്തേഡ് ഓർ വാല്യൂ ആഡഡ് മെത്തേഡ്, പ്രോഡക്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത്. ദെൻ ഇൻകം മെത്തേഡ്, എക്സ്പെൻഡിച്ചർ മെത്തേഡ്. ഈ മൂന്ന് മെത്തേഡുകളും അതിൻ്റെ ഡിസ്റ്റിങ്ക്യൂഷൻസ് അതാണ് പിന്നീട് ഫോക്കസ് ഏരിയയിൽ വന്നിരിക്കുന്നത്. സർക്കുലർ ഫ്ലോ ഓഫ് ഇൻകം, ടു സെക്ടർ മോഡലിലെ, ടു സെക്ടർ ഇക്കോണമിയിലെ ഹൗസ് ഹോൾഡ് ഫേം, ഇതിനിടയിൽ എങ്ങനെയാണ് റിയൽ ഫ്ലോ, മണി ഫ്ലോ, അതിൻ്റെ സർക്കുലേഷൻസ്, ഇങ്ങനെ പറയുന്ന ഇത്രയും ഭാഗങ്ങളാണ് മാക്രോ ഇക്കണോമിക് ബേസിക് കൺസെപ്റ്റ്, അതുപോലെ ഇൻകം മെത്തേഡ്, എക്സ്പെൻഡിച്ചർ മെത്തേഡ്, പ്രോഡക്റ്റ് മെത്തേഡ്, ഇതിൻ്റെ മെഷറിംഗ് മെത്തേഡുകൾ, സർക്കുലർ ഫ്ലോ ഓഫ് ഇൻകം, നാഷണൽ ഇൻകം കാൽക്കുലേഷൻസ്, ഇങ്ങനെ പറയുന്ന ഭാഗങ്ങളൊക്കെ അതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗങ്ങളാണ് നാഷണൽ ഇൻകം അക്കൗണ്ടിങ് എന്ന് പറയുന്നതിൽ. അതൊക്കെ തന്നെയാണ് ഫോക്കസ് ഏരിയയിലും വന്നിരിക്കുന്നത്. നമ്മളിവിടെ അതിനെല്ലാം ഒന്ന് ക്രോഡീകരിച്ച് ഫോക്കസ് ഏരിയയിൽ ഉൾപ്പെട്ട ഭാഗങ്ങൾ മാത്രമാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ നമ്മൾക്ക് ഓരോ ഭാഗങ്ങളിലേക്കും പ്രത്യേകമായിട്ടെടുത്ത് അത് പരിശോധിക്കാം. ഇവിടെ കാണാം നിങ്ങൾക്ക്, നാഷണൽ ഇൻകം ഈസ് ദ സം ടോട്ടൽ ഓഫ്, അല്ലേ, നാഷണൽ ഇൻകം ഈസ് ദ സം ടോട്ടൽ ഓഫ് മണി വാല്യൂ ഓഫ് all final goods and services produced in a country during a financial year. അതിൽ ചില ടേമുകൾ ഓർത്തു വെക്കേണ്ടതുണ്ട്. സം ടോട്ടലാണ് നാഷണൽ ഇൻകം എന്ന് പറയുന്നത്, സം ടോട്ടൽ. ദെൻ അത് മണി വാല്യൂ ആണ്. ഓൾ ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസിൻ്റെയാണ്, അന്തിമമായ ഉൽപ്പന്നങ്ങളുടെയും സേവനങ്ങളുടെയും മണി വാല്യൂ, അതിൻ്റെ സം ടോട്ടലാണ് നാഷണൽ ഇൻകം എന്ന് പറയുന്നത്. മാത്രമല്ല ഒരു രാജ്യത്ത് ഉൽപ്പാദിപ്പിക്കുന്നതാണ്, അതോടൊപ്പം ചേർത്ത് വെക്കേണ്ടത് ഒരു ഫിനാൻഷ്യൽ ഇയറിൽ കൂടിയാണ്. ഒരു സാമ്പത്തിക വർഷത്തിൽ ഒരു രാജ്യത്ത് ഉൽപ്പാദിപ്പിക്കുന്ന മുഴുവൻ അന്തിമ സാധന സേവനങ്ങളുടെ പണമൂല്യത്തെയാണ് ദേശീയ വരുമാനം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ സാധിക്കും. ഫൈനൽ ഗുഡ്സ് എന്ന് പറയുന്നത് ഫൈനൽ യൂസ് ആണ്. ഫൈനൽ ഗുഡ്സ് ഓർ സർവീസസ് എന്ന് പറയുന്നത് അതിൻ്റെ ഫൈനൽ യൂസാണ് നടക്കുന്നത്. പിന്നീട് അതൊരു ഇക്കണോമിക് ആക്ടിവിറ്റീസിലേക്ക് വരുന്നില്ല. ഇപ്പോൾ ക്ലോത്ത്സ്, വസ്ത്രങ്ങൾ, നമ്മൾ വസ്ത്രം വാങ്ങിച്ചു കഴിഞ്ഞാൽ അത് ഉപയോഗിക്കുന്നു, പിന്നീട് അതൊരു ഇക്കണോമിക് ആക്ടിവിറ്റി ആയി അങ്ങനെ ഫ്ലോ ഓഫ് പ്രൊഡക്ഷനിലേക്ക് പിന്നീട് അത് വരുന്നില്ല. അല്ലെങ്കിൽ ഷൂ, ബാഗ്, പുസ്തകങ്ങൾ, നമ്മൾ നിർമ്മിച്ച നമ്മൾക്ക് വേണ്ടിയുള്ള വീട്, നമ്മൾക്ക് ആവശ്യമായിട്ട് നമ്മൾ വാങ്ങിച്ച വാഹനം, അതൊക്കെ നമ്മൾ ഫൈനലായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. ടി വി, ഫ്രിഡ്ജ്, അങ്ങനെ പറയുന്നതൊക്കെ അത് പിന്നീട് അതൊരു മറ്റൊരു വസ്തു ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി ആ വസ്തു ഉപയോഗിക്കുന്നില്ലല്ലോ. അത് നമ്മുടെ ആവശ്യ പൂർത്തീകരണത്തിന് വേണ്ടി ഫൈനലായിട്ട് നമ്മൾ ഉപഭോഗം ചെയ്യുന്നു, കൺസ്യൂം ചെയ്യുന്നു. അത്തരം ഉൽപ്പന്നങ്ങളാണ് ഫൈനൽ ഗുഡ്സ് എന്ന് പറയുന്നത്. എന്നാൽ ഫൈനൽ അല്ലാത്ത പിന്നെ മറ്റൊരെണ്ണം എന്ന് പറയുന്നത് ഇൻ്റർമീഡിയറ്റ് ഗുഡ്സ് എന്ന് പറയുന്നതാണ്. ഇൻ്റർമീഡിയറ്റ് ഗുഡ്സ്, അന്തരാള വസ്തുക്കൾ, മറ്റൊരു വസ്തു ഉൽപ്പാദിപ്പിക്കുന്നതിലേക്ക് കൂട്ടിച്ചേർക്കാനായിരിക്കും. അല്ലെങ്കിൽ അത്തരം വസ്തു എന്ന് പറയുന്നത് മറ്റൊരു വസ്തുവിൻ്റെ ഇൻപുട്ടായിട്ട്, വേറൊരു വസ്തു ഉൽപ്പാദിപ്പിക്കുന്നതിൽ ഇൻപുട്ടായിട്ട്, നിവേശങ്ങളായിട്ട് ഉപയോഗിക്കുന്ന ഉൽപ്പന്നങ്ങളായിരിക്കും. ഇപ്പോൾ ഒരു ഉദാഹരണമായിട്ട് എടുക്കുക. ഇപ്പോൾ ഒരു പഞ്ചസാര നിർമ്മിക്കുന്ന ഒരു ഫാക്ടറിയിലേക്ക് കരിമ്പ് എന്നത് വാങ്ങിക്കുന്നത് അവിടെ പഞ്ചസാരയുടെ ഒരു അസംസ്കൃത വസ്തുവായിട്ടാണ്, അല്ലേ. അത് പിന്നീട് ട്രീറ്റ് ചെയ്തിട്ടാണ് അവിടെ ഷുഗർ പ്രൊഡക്ഷൻ നടക്കുന്നത്. അപ്പോൾ അവിടെ കരിമ്പ് എന്ന് പറയുന്നത് എന്താണ്? അതൊരു ഇൻ്റർമീഡിയറ്റ് ആണ്. ആ കരിമ്പ് വാങ്ങിക്കുന്നു, അത് ഉപയോഗിച്ച് പഞ്ചസാര നിർമ്മിക്കുന്നു. അപ്പോൾ വാങ്ങിക്കുന്ന ആ കരിമ്പ് ഫൈനൽ ഗുഡ്സ് അല്ല, പഞ്ചസാരയാണ് എന്തായി മാറുന്നത്? ഫൈനലായി മാറുന്നത്. എന്നാൽ ഇതേ കരിമ്പ്, ഷുഗർ കെയിൻ എന്ന് പറയുന്നത് നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് ആവശ്യത്തിന് വാങ്ങിക്കുന്നു, അത് റോ ആയിട്ട് നമ്മൾ കഴിക്കാൻ വേണ്ടിയാണ് വാങ്ങിക്കുന്നതെങ്കിൽ അത് വാങ്ങിക്കുന്നു, അത് ഫൈനലായിട്ട് നമ്മൾ
പിന്നെ അവിടെ ഒരു ഇക്കണോമിക് ആക്ടിവിറ്റി അല്ലെങ്കിൽ ഒരു ഫർദർ പ്രൊഡക്ഷൻസിന് വേണ്ടി അത് ഉപയോഗിക്കുന്നില്ല. അങ്ങനെ വരുമ്പോൾ ആ വസ്തു എന്താണ്? ഫൈനലാണ്. അപ്പോൾ ഒരേ വസ്തു തന്നെ ഫൈനലുമാവാം ഇൻ്റർമീഡിയറ്റും ആവാം. അത് അതിൻ്റെ അവസാനമായിട്ട് അതിൻ്റെ ഉപയോഗം എന്ന് പറയുന്നത് പിന്നീട് അതൊരു ഇക്കണോമിക് ആക്ടിവിറ്റീസിലേക്കോ അല്ലെങ്കിൽ പിന്നീട് ഒരു ഫർദർ പ്രൊഡക്ഷനിലേക്കോ ആ വസ്തു പോകുന്നില്ല, അവസാനമായിട്ടാണ് അത് ഉപയോഗിക്കുന്നതെങ്കിൽ അത്തരം വസ്തുക്കളെ ഫൈനൽ ഗുഡ്സ് എന്നും മറ്റൊരു വസ്തുവിൻ്റെ ഉൽപ്പാദനത്തിലേക്ക് ഇൻപുട്സ് ആയിട്ട് ഉപയോഗിക്കുന്ന അങ്ങനെ ഉപയോഗക്രമത്തിൽ ഫ്ലോ ഓഫ് പ്രൊഡക്ഷനിൽ വരുന്ന അത്തരം വസ്തുക്കളെ ഇൻ്റർമീഡിയറ്റ് ഗുഡ്സ് എന്നും പറയും. അപ്പോൾ ഗുഡ്സ് എന്ന് പറയുന്നിടത്ത് ഇൻ്റർമീഡിയറ്റ് ഗുഡ്സും ഫൈനൽ ഗുഡ്സും എന്ന് പറയുന്നത്. ഈ ഫൈനൽ ഗുഡ്സിൽ തന്നെ നമ്മൾക്ക് കൺസംഷൻ ഗുഡ്സ് ഓർ കൺസ്യൂമർ ഗുഡ്സും കാണാം, ക്യാപിറ്റൽ ഗുഡ്സും കാണാം. അപ്പോൾ എന്താണ് കൺസംഷൻ ഗുഡ്സ്? കൺസ്യൂമർ യൂസിങ് ഡയറക്ട്ലി കൺസ്യൂംഡ് ഗുഡ്സ്, ദാറ്റ് ഈസ് കൺസംഷൻ ഓർ കൺസ്യൂമർ ഗുഡ്സ് അല്ലേ. ഗുഡ്സ് അത് ഉപഭോക്താക്കൾ നേരിട്ട് അത് ഉപഭോഗം ചെയ്യുന്നുവെങ്കിൽ, ഉപയോഗം നടത്തുന്നുവെങ്കിൽ അത്തരം ഗുഡ്സാണ് കൺസംഷൻ ഓർ കൺസ്യൂമർ ഗുഡ്സ്, ഉപഭോഗ വസ്തുക്കൾ എന്ന് പറയുക. എന്നാൽ ഇനി രണ്ടാമത്തെ ഒരു കാറ്റഗറി നോക്ക്, ഫൈനൽ ഗുഡ്സ് എന്ന് പറയുന്നിടത്ത് ക്യാപിറ്റൽ ഗുഡ്സ്. ക്യാപിറ്റൽ ഗുഡ്സ് എന്ന് പറയുന്നതിലേക്ക് നമുക്ക് മെഷീൻസ്, ബിൽഡിങ്, അതുപോലെ വെഹിക്കിൾസ് അങ്ങനെ പറയുന്നതൊക്കെ നമുക്ക് എടുത്തു നോക്കാം. ഹെവി മെഷീൻസ് ഒക്കെ വൺസ് പ്രൊഡ്യൂസ്ഡ് ആൻഡ് യൂസ്ഡ് ടു പ്രൊഡ്യൂസ് അനദർ കമോഡിറ്റി. ഒരിക്കലും ഉൽപ്പാദിപ്പിച്ചതാണ് ഇതൊക്കെ. മെഷീൻ എന്ന് പറയുന്നത് ഉൽപ്പാദിപ്പിച്ചു, അത് പിന്നീട് മറ്റു ഉൽപ്പാദനത്തിന് വേണ്ടിയും ഉപയോഗപ്പെടുത്താൻ പറ്റും. ക്യാപിറ്റൽ ഗുഡ്സ് എന്ന് പറയുന്നത് അങ്ങനെയാണ്. ഒരിക്കലും ഉൽപ്പാദിപ്പിച്ച ഉൽപ്പന്നമാണ്, എന്നാൽ പിന്നീട് അത് ഉൽപ്പാദന പ്രവർത്തനത്തിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഉൽപ്പന്നങ്ങൾ കൂടിയാണ്. മെഷീൻ, ബിൽഡിങ്, അല്ലെങ്കിൽ അതുപോലെ ട്രാക്ടർ, ടില്ലർ, അങ്ങനെ കാർഷിക മേഖലയിലേക്കൊക്കെ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഫൈനൽ ഗുഡ്സ് എന്ന് പറയുന്നിടത്ത് കൺസംഷൻ ഗുഡ്സ് ഓർ കൺസ്യൂമർ ഗുഡ്സും ഉണ്ട്, ദെൻ ക്യാപിറ്റൽ ഗുഡ്സും ഉണ്ട്. ഇനി കൺസംഷൻ ഗുഡ്സ് തന്നെ എടുത്തു നോക്കുക. നമ്മൾ നമ്മുടെ വീടുകളിലേക്ക് വാങ്ങുന്ന അരിയും പലചരക്ക് സാധനങ്ങളും, അതുപോലെ പച്ചക്കറിയും പാലും പഴങ്ങളും ഫ്രൂട്ട്സും ഒക്കെ ഉണ്ടല്ലോ. അതുപോലെ ടി വി, ഫ്രിഡ്ജ്, വസ്ത്രങ്ങൾ, ഇതൊക്കെ ഉണ്ടല്ലോ. ഇങ്ങനെ പറയുന്ന ഒരു കൂട്ടം വസ്തുക്കളുണ്ടല്ലോ. ഈ വസ്തുക്കളിൽ തന്നെ ഡ്യൂറബിൾ ഉണ്ട്, ദെൻ നോൺ ഡ്യൂറബിൾ ഉണ്ട്. കുറച്ച് കാലം കൂടുതൽ നിൽക്കുന്ന വസ്തുക്കളുണ്ട്. ഇപ്പോൾ ടി വി, ഫ്രിഡ്ജൊക്കെ അത് ഒരാഴ്ചയോ രണ്ടാഴ്ചയോ അല്ലല്ലോ, വർഷങ്ങൾ നമ്മളത് ഉപയോഗിക്കും. വർഷങ്ങൾ കേടുവരാതെ നമ്മളിൽ ഉപയോഗിക്കാൻ പറ്റുന്ന കൺസ്യൂമർ ഗുഡ്സാണ്. അപ്പോൾ അതിനൊക്കെ നമ്മൾക്ക് ഡ്യൂറബിൾ ഗുഡ്സ് എന്ന് പറയാം. നമുക്ക് സ്വന്തമായിട്ടുള്ള വാഹനങ്ങൾ, അത് കുറച്ച് കാലത്തേക്ക് നമ്മൾ ഉപയോഗിക്കുന്നതാണല്ലോ. അപ്പോൾ അത്തരം കൺസ്യൂമർ ഗുഡ്സിനെയൊക്കെ ഡ്യൂറബിൾ ഗുഡ്സ് എന്ന് പറയാം. എന്നാൽ അരിയും പലചരക്ക് സാധനങ്ങൾ, പാല്, പഴവർഗ്ഗങ്ങൾ അങ്ങനെ പറയുന്നതൊക്കെ അത് നോൺ ഡ്യൂറബിൾ ആണ്. കുറച്ച് കാലം അത് നിലനിർത്താൻ അല്ലെങ്കിൽ കുറച്ച് കാലത്തേക്ക് അത് എടുത്തു വെക്കാൻ പറ്റില്ല. അത് പെരിഷബിൾ കമ്മോഡിറ്റിയാണ്, പെട്ടെന്ന് അത് നശിച്ചു പോകുന്ന കമ്മോഡിറ്റി. അത് പെട്ടെന്ന് തന്നെ അതിൻ്റെ ലൈഫ് എന്ന് പറയുന്നത് കുറവാണ്, അത് നമ്മൾ ഉപയോഗിക്കേണ്ടതുണ്ട്. സ്റ്റോക്സ് ആൻഡ് ഫ്ലോസ്. എ വേരിയബിൾ ദാറ്റ് ക്യാൻ ബി മെഷേർഡ് അറ്റ് എ പോയിൻ്റ് ഓഫ് ടൈം ഈസ് കാൾഡ് എ സ്റ്റോക്ക് വേരിയബിൾ. എ സ്റ്റോക്ക് എന്ന് പറയുന്നത് അതൊരു വേരിയബിളാണ്. മെഷർ ചെയ്യാൻ സാധിക്കുന്നത് എപ്പോഴാണ്? അറ്റ് എ പോയിൻ്റ് ഓഫ് ടൈം. ഒരു പോയിൻ്റ് ഓഫ് ടൈമിൽ അത് മെഷർ ചെയ്തെടുക്കാൻ സാധിക്കും, ഇത്രയാണെന്ന്. എന്നാൽ എ വേരിയബിൾ ദാറ്റ് ഈസ് മെഷേർഡ് ഇൻ എ സ്പെസിഫിക് പീരീഡ് ഓഫ് ടൈം ഈസ് കാൾഡ് എ ഫ്ലോ. എ ഫ്ലോ എന്ന് പറയുന്നത് ഡൈനാമിക് ആണ്. അത് മെഷർ ചെയ്യാൻ എങ്ങനെയാണ്? പീരീഡ് ഓഫ് ടൈമാണ്, ഒരു കാല അളവുണ്ട്, അതിനുള്ളിൽ നടന്ന പ്രവർത്തനങ്ങളെ മെഷർ ചെയ്തെടുക്കുന്നതാണ് ഫ്ലോ എന്ന് പറയുന്നത്. അപ്പോൾ ഇക്കണോമിക്സിൽ സ്റ്റോക്സ് ആൻഡ് ഫ്ലോസ് എന്ന് പറയുന്നിടത്ത്, ഇപ്പോൾ സ്റ്റോക്സ് എന്ന് പറയുന്നിടത്ത് സപ്ലൈ ഓഫ് മണി, ബാങ്ക് ഡെപ്പോസിറ്റ്സ്, ഫുഡ് ഗ്രെയിൻ സ്റ്റോക്ക്, ഫോറിൻ കറൻസി റിസർവ്സ്, അതുപോലെ ക്യാപിറ്റൽ, അങ്ങനെ പറയുന്നതൊക്കെ പോയിൻ്റ് ഓഫ് ടൈമിൽ നമുക്ക് മെഷർ ചെയ്തെടുക്കാൻ സാധിക്കുന്നത് കൊണ്ട് അതൊക്കെ സ്റ്റോക്സ് ആണ്. എന്നാൽ ഫ്ലോസ് എന്ന് പറയുന്നിടത്ത് നാഷണൽ ഇൻകം, ക്യാപിറ്റൽ ഫോർമേഷൻ, മൂലധന രൂപീകരണം എന്ന് പറയുന്നത്, ഫോറിൻ റെമിറ്റൻസ് ടു ദ കൺട്രി, ഒരു രാജ്യത്തേക്ക് വിദേശത്തു നിന്ന് വന്ന അടവുകൾ, അതൊരു വർഷത്തെ ഒരു മാസത്തെ അങ്ങനെയൊക്കെ ആയിട്ട് എടുക്കുന്നത് ഡ്യൂറിങ് എ പീരീഡ് ഓഫ് ടൈം. അതുപോലെ ഇമ്പോർട്ട്സ്, എക്സ്പോർട്സ്, ബൊറോയിങ്സ്, അങ്ങനെ പറയുന്നതൊക്കെ ഫ്ലോസുമാണ്. സ്റ്റോക്സ്, ഫ്ലോസ് എന്നൊക്കെ പറയുമ്പോൾ അതിന് പൊതുവേ നമ്മൾക്ക് ഇങ്ങനെയും മനസ്സിലാക്കാൻ സാധിക്കും. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ അതിനൊരു ജനറൽ ആയിട്ടുള്ള എക്സാമ്പിൾ തന്നിട്ടുണ്ട്. എന്താ പറയുന്നത്? ഒരു വാട്ടർ ടാങ്കിലേക്ക് ഒരു പൈപ്പ് വഴി വെള്ളം എത്തിക്കുന്നു എന്ന് പറഞ്ഞാൽ, ഒരു വാട്ടർ ടാങ്കിലേക്ക് പൈപ്പ് വഴി കയറ്റി വിടുന്ന വെള്ളം 5 മിനിറ്റ് കൊണ്ട്
എത്ര ലിറ്റർ വെള്ളം ഇതുവഴി ഒഴുകിപ്പോയി എന്നുള്ളത് മെഷർ ചെയ്യുമ്പോൾ അതൊരു ഫ്ലോ ആണ്. ആ മെഷറിംഗ് എന്ന് പറയുന്നത് ഡ്യൂറിങ് എ പീരീഡാണ്. 5 മിനിറ്റ് കൊണ്ട് എത്ര ലിറ്റർ വെള്ളമാണ് ഇതിലേക്ക് ഒഴുകി എത്തിയത്. എന്നാൽ അതേസമയം ഈ 11 മണിക്ക് ഈ ടാങ്കിൽ എത്ര ലിറ്റർ വെള്ളമുണ്ട് എന്ന് മെഷർ ചെയ്യുകയാണെങ്കിൽ അറ്റ് എ പോയിൻ്റ് ഓഫ് ടൈം അത് എന്താണ്, സ്റ്റോക്കുമാണ്. ഇപ്പോൾ ജനറലായിട്ടുള്ള കാറ്റഗറൈസേഷൻ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ സ്റ്റിൽ ഫോട്ടോഗ്രാഫിയും ദെൻ വീഡിയോയും, സ്റ്റാറ്റിക് ആൻഡ് ഡൈനാമിക്. ഇപ്പോൾ സ്റ്റോക്സ് ഫ്ലോസ് എന്ന് പറയുന്നിടത്ത് നമുക്ക് സ്റ്റാറ്റിക് എന്നും ഫ്ലോസ് എന്ന് പറയുന്നത് ഡൈനാമിക് ആയിട്ടും കണക്കാക്കാം. ഇക്കണോമിക് വേരിയബിളുകളിൽ നമ്മളിത് കൂടുതലായിട്ട് പറഞ്ഞത് നാഷണൽ ഇൻകം എന്ന് പറയുന്നത് ഒരു ഫ്ലോ വേരിയബിളാണ്. അങ്ങനെയുള്ള ആ ഇക്കണോമിക് വേരിയബിളിനെ മെഷർ ചെയ്യുമ്പോൾ കൂടുതൽ കാര്യങ്ങൾ നമ്മൾ കൺസിഡർ ചെയ്യേണ്ടി വരും. കാരണം അതൊരു ഒഴുക്കിനെയാണ്, അല്ലെങ്കിൽ തുടർച്ചയായിട്ടുള്ളൊരു പ്രവർത്തനത്തെയാണ് നമ്മൾ മെഷർ ചെയ്തെടുക്കുന്നത്. ഇപ്പോൾ ഡിപ്രീസിയേഷൻ, അതുപോലെ ഡിപ്രീസിയേഷൻ കോസ്റ്റ് എന്ന് പറയുന്നത് ഒന്ന് ശ്രദ്ധിച്ചു നോക്ക്. ഡിപ്രീസിയേഷൻ മീൻസ് വിയർ ആൻഡ് ടിയർ ഓഫ് ക്യാപിറ്റൽ ഗുഡ്സ്. ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത് ഒരു മൂലധന വസ്തു ഉൽപ്പാദന പ്രവർത്തനത്തിൽ ഏർപ്പെടുത്തുമ്പോൾ അതിന് സംഭവിക്കുന്ന തേയ്മാനമാണ് ഡിപ്രീസിയേഷൻ. എന്നാൽ ഡിപ്രീസിയേഷൻ കോസ്റ്റ് എന്ന് പറയുന്നത് എക്സ്പെൻസസ് കണക്റ്റഡ് വിത്ത് ദ റിപ്പയർ ആൻഡ് റീപ്ലേസ്മെൻറ്റ് ഓഫ് ക്യാപിറ്റൽ ഗുഡ്സ് ആർ കോൾഡ് ഡിപ്രീസിയേഷൻ കോസ്റ്റ്. ഡിപ്രീസിയേഷൻ തേയ്മാന ചിലവ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ ഗുഡ്സ് നിരന്തരം ഉപയോഗിക്കുമ്പോൾ അതിന് വേണ്ടി വരുന്ന റിപ്പയറിങ്ങോ, അല്ലെങ്കിൽ അതിലെ ചില വസ്തുക്കൾ, ചില നെട്ടോ ബോൾട്ടോ, അല്ലെങ്കിൽ അതുപോലെ പറയുന്ന ബെൽറ്റോ, അങ്ങനെ പറയുന്നതൊക്കെ റീപ്ലേസ് ചെയ്യുമ്പോഴോ വരുന്ന ചിലവുകളെയാണ് ഡിപ്രീസിയേഷൻ കോസ്റ്റ് എന്ന് പറയുന്നത്. എക്സ്പെൻസസ് കണക്റ്റഡ് വിത്ത് റിപ്പയർ ആൻഡ് റീപ്ലേസ്മെൻറ്റ് ഓഫ് ക്യാപിറ്റൽ ഗുഡ്സ് ആർ കോൾഡ് ഡിപ്രീസിയേഷൻ കോസ്റ്റ്. ഇൻവെൻ്ററി ചിലപ്പോൾ പുതിയതായിരിക്കും, നിങ്ങൾക്ക് അറിയാൻ സാധ്യതയില്ല. ഒരു ഇക്കണോമിക് ടേമാണ് ഇൻവെൻ്ററി എന്ന് പറയുന്നത്. വളരെ എളുപ്പമാണ്, ശ്രദ്ധിച്ചു നോക്ക്. ഈ വർഷം ഉൽപ്പാദിപ്പിച്ച ഒരു ഉൽപ്പന്നം, ആ ഉൽപ്പന്നം ഈ വർഷം വിറ്റഴിച്ചില്ല, അടുത്ത വർഷത്തിലേക്കും കൂടി കടന്നു ചെന്നു. ഫൈനൽ ഗുഡ്സ് ആണ്, ഈ വർഷം ഉൽപ്പാദിപ്പിച്ചതാണ്. അത് ഈ വർഷം അത് പൂർണ്ണമായിട്ടും വിറ്റഴിച്ചില്ല, അടുത്ത വർഷത്തിലേക്ക് അത് കടന്നു ചെല്ലുന്നു. അല്ലെങ്കിൽ ഈ വർഷം ഉൽപ്പാദനം തുടങ്ങിയത് അത് പൂർത്തിയാക്കാൻ സാധിച്ചിട്ടില്ല, അത് അടുത്ത വർഷത്തിലേക്ക് കടക്കുന്നു. റോ മെറ്റീരിയൽ ആവാം, ഫിനിഷ്ഡ് ഗുഡ്സ് ആവാം, വിൽപ്പനയിൽ ബാലൻസ് വന്നതാവാം. ഇതൊക്കെ അടുത്ത ഫിനാൻഷ്യൽ ഇയറിലേക്ക് കൂടി കടന്നു ചെല്ലുമ്പോൾ അത്തരം വസ്തുക്കളെ അവിടെ എങ്ങനെ ട്രീറ്റ് ചെയ്യുക? അടുത്ത വർഷത്തിലെ നാഷണൽ ഇൻകത്തിലാണോ ആഡ് ചെയ്യേണ്ടത്? അങ്ങനെ ഒരു കൺഫ്യൂഷൻ വരില്ലേ? അങ്ങനെയുള്ള വസ്തുക്കളെയാണ് ഇൻവെൻ്ററി എന്ന് പറയുക. ഇൻവെൻ്ററി എന്ന് പറയുന്നത് എന്താ? ദ ക്വാണ്ടിറ്റി ഓഫ് ഔട്ട്പുട്ട് ഓഫ് എ ഫേം ദാറ്റ് കുഡ് നോട്ട് ബി സോൾഡ് ഈസ് കോൾഡ് ഇൻവെൻ്ററി. എന്തൊക്കെയാവാം? സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽസ്, സെമി ഫിനിഷ്ഡ് ഗുഡ്സ്, അൺസോൾഡ് ഫിനിഷ്ഡ് ഗുഡ്സ്, ക്യാരി ഫ്രം 1 ഇയർ ടു ദ നെക്സ്റ്റ് ഇയർ ഈസ് കോൾഡ് ഇൻവെൻ്ററി. അപ്പോൾ ഇൻവെൻ്ററി എന്ന് പറയുന്നത് അക്യുമുലേഷൻ നടക്കാം, ഡീക്യുമുലേഷനും നടക്കാം. ഒരു വർഷത്തിൽ നിന്ന് അടുത്ത വർഷത്തിലേക്ക് കടന്നു ചെല്ലുന്ന ഇത്തരം ഉൽപ്പന്നങ്ങൾ, അത് അക്യുമുലേഷൻ നടക്കാം. എന്നാൽ അതേസമയം അടുത്ത വർഷത്തിലേക്ക് പോകുമ്പോഴേക്കും അത് നെഗറ്റീവ്സിലേക്ക് ഡിക്രീസ് ചെയ്യുമ്പോൾ അത് ഡീക്യുമുലേഷനും നടക്കാം. അപ്പോൾ അക്യുമുലേഷനും ഇൻവെൻ്ററി ഉണ്ട്, ഡീക്യുമുലേഷൻ ഇൻവെൻ്ററിയും ഉണ്ട്. അതുപോലെ തന്നെ ഇൻവെൻ്ററികളിൽ അക്യുമുലേഷനും ഡീക്യുമുലേഷൻ എന്ന് പറയുന്നത് പ്ലാൻഡും ഉണ്ട്, അൺപ്ലാൻഡും ഉണ്ട്. അപ്പോൾ പ്ലാൻഡ് എന്ന് പറഞ്ഞാൽ ആസൂത്രിതമായിട്ട് ഒരു ഫേം ആസൂത്രിതമായിട്ട് അവർ ഉൽപ്പാദിപ്പിച്ച ഉൽപ്പന്നങ്ങൾ വിറ്റഴി അത് അടുത്ത വർഷത്തിലേക്ക് കൊണ്ടുപോകുമ്പോൾ അത് പ്ലാൻഡ് അക്യുമുലേഷനാണ് അല്ലേ? പ്ലാൻഡ് ഡീക്യുമുലേഷനും ഉണ്ട്. പ്ലാൻ ചെയ്തുകൊണ്ട് അത്തരം ഉൽപ്പന്നങ്ങൾ വിറ്റഴിയുന്ന അല്ലെങ്കിൽ അത്തരം ഉൽപ്പന്നങ്ങൾ ഡിസ്പേഴ്സ് ചെയ്യുന്ന അത് പ്ലാൻഡ് ഡീക്യുമുലേഷനും ദെൻ അൺപ്ലാൻഡും ഉണ്ട്. ചിലത് ഫേം അങ്ങനെ പ്ലാൻ ചെയ്തിട്ടൊന്നും ഉണ്ടായിരിക്കില്ല, സാഹചര്യങ്ങൾ വെച്ചുകൊണ്ട് ചിലപ്പോൾ നിലവിലെ ബിസിനസ് സൈക്കിളുകൾ വെച്ചുകൊണ്ട് അവർക്ക് ആ വർഷം വിറ്റഴിയാതെ അടുത്ത വർഷത്തിലേക്ക് ക്യാരി ചെയ്യുന്നത് അത് അൺപ്ലാൻഡ് ആണ്. ഫേം ഉദ്ദേശിക്കുന്നു ഈ വർഷം തന്നെ അത്തരം ഉൽപ്പന്നങ്ങളൊക്കെ വിറ്റഴിയണമെന്ന്, പക്ഷെ അത് വിറ്റഴിയുന്നില്ല. അവിടുത്തെ ബിസിനസ് സാഹചര്യങ്ങൾ വെച്ചുകൊണ്ട് മോശമായതുകൊണ്ട് അടുത്ത വർഷത്തിലേക്ക് അത് ക്യാരി ചെയ്യുമ്പോൾ അത് അൺപ്ലാൻഡ് ആണ്. അൺപ്ലാൻഡിൽ അക്യുമുലേഷനും ഉണ്ട്, ഡിക്യുമുലേഷനും ഉണ്ട്. ചിലപ്പോൾ ഫേം ഈ വർഷം വിറ്റഴിയില്ല എന്ന് കരുതുന്നു, പ്രത്യേക സാഹചര്യത്തിൽ ബിസിനസ് സൈക്കിൾ ബൂം ചെയ്യുന്നു, അവരുടെ ഉൽപ്പന്നങ്ങളൊക്കെ വിറ്റഴിയുന്നുണ്ടെങ്കിൽ അത് അൺപ്ലാൻഡ് ഡീക്യുമുലേഷനാണ്. അപ്പോൾ ഇവിടെ പ്ലാൻഡും
അൺപ്ലാൻഡ് അക്യുമുലേഷനും ഡീക്യുമുലേഷനും ഉണ്ട്. നമ്മൾ പലപ്പോഴും കേട്ട ഒരു പദമാണിത്, ഇൻവെസ്റ്റ്മെൻറ്റ്. ഇവിടെ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് എന്താണ്? നിക്ഷേപം എന്ന് പറയുന്നത്, നിക്ഷേപം പലതരത്തിൽ പൊതുവെ നമ്മൾക്ക് അറിയാവുന്നതാണ്. ഇവിടെ സ്ഥൂല സാമ്പത്തിക ശാസ്ത്രത്തിൽ ഇൻവെസ്റ്റ്മെൻറ്റ് എന്നുള്ളത് കൊണ്ട് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അഡീഷൻ ടു ദ സ്റ്റോക്ക് ഓഫ് ക്യാപിറ്റൽ ഓഫ് എ ഫേം. ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് അഡീഷൻ ടു ദ സ്റ്റോക്ക് ഓഫ് ക്യാപിറ്റൽ ഓഫ് എ ഫേം. ഒരു ഫേമിൻ്റെ, ഒരു സ്ഥാപനത്തിൻ്റെ ക്യാപിറ്റൽ സ്റ്റോക്കിലേക്കുള്ള അഡീഷനെയാണ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. അവിടെ നമുക്ക് സ്റ്റോക്ക് ഫ്ലോ വേരിയബിളുകളെ കുറിച്ച് പറയുമ്പോൾ ക്യാപിറ്റൽ സ്റ്റോക്ക് എന്ന് പറയുന്നത് സ്റ്റോക്ക് വേരിയബിളാണ്. അത് നമുക്ക് മെഷർ ചെയ്യാം എപ്പോഴും പെർട്ടിക്കുലർ പോയിന്റ് ഓഫ് ടൈമിൽ ഒരു ഫേമിൻ്റെ ക്യാപിറ്റൽ സ്റ്റോക്ക് എന്നുള്ളത് എങ്ങനെ മെഷർ ചെയ്യാം? ഒരു പോയിന്റ് ഓഫ് ടൈമിൽ നമുക്ക് മെഷർ ചെയ്തെടുക്കാം. അവിടെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് മെഷീനും ബിൽഡിങ്ങും അങ്ങനെ പറയുന്ന ഇൻഫ്രാസ്ട്രക്ചറും അങ്ങനെ പറയുന്നതൊക്കെയാണല്ലോ. ഇതൊന്നും ഇനി പറയേണ്ട ആവശ്യമില്ല. അത് നമുക്ക് അളന്നെടുക്കാൻ സാധിക്കും അറ്റ് എ പോയിന്റ് ഓഫ് ടൈമിൽ ക്യാപിറ്റൽ സ്റ്റോക്ക്. എന്നാൽ അങ്ങനെയുള്ള ക്യാപിറ്റൽ സ്റ്റോക്കിലേക്കുള്ള അഡീഷൻ ടു ദ സ്റ്റോക്ക് ഓഫ് ക്യാപിറ്റൽ ഓഫ് എ ഫേം, ദാറ്റ് ഈസ് ഇൻവെസ്റ്റ്മെൻറ്റ്. ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഒരു ഫ്ലോ വേരിയബിൾ ആണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. നമ്മൾ അവിടെ ഇക്കണോമിക് വേരിയബിൾ എന്ന് പറയുന്നിടത്ത് ഇൻവെസ്റ്റ്മെൻറ്റ് എന്നുള്ളതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പോൾ സ്വാഭാവികമായിട്ടും ക്യാപിറ്റൽ എന്ന് പറയുന്നത്, ക്യാപിറ്റൽ ഗുഡ്സ് ഓർ പ്രൊഡ്യൂസേഴ്സ് ഗുഡ്സ് എന്ന് പറയുന്നത് നമ്മൾ ഫൈനൽ ഗുഡ്സ് എന്ന് പറയുന്നിടത്ത് പറഞ്ഞു കഴിഞ്ഞാണല്ലോ. അവിടെ കെട്ടിടങ്ങളാണെങ്കിലും മെഷീൻ ആണെങ്കിലും മറ്റ് ഇൻഫ്രാസ്ട്രക്ചറുകളാണെങ്കിലും ഒക്കെ നമ്മൾ ക്യാപിറ്റൽ ഗുഡ്സ് എന്ന കാറ്റഗറിയിലേക്കാണ് ഉൾപ്പെടുത്തിയത്. ഒരിക്കലും ഉൽപ്പാദിപ്പിച്ചു അത് ഉപയോഗിച്ച് വീണ്ടും ഉൽപ്പാദന പ്രവർത്തനങ്ങൾ നടത്തുന്ന അത്തരം ഫൈനൽ ഗുഡ്സ് ആണ് ക്യാപിറ്റൽ ഗുഡ്സ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്തിരുന്നത്. ഒരു ഫേമിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഉൽപ്പാദന പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ അവിടെയുള്ള ക്യാപിറ്റൽ ഗുഡ്സിന് ഡിപ്രീസിയേഷൻ സംഭവിക്കാം, നമ്മൾ പറഞ്ഞിട്ടുണ്ട്. മെയിൻ്റനൻസ് വരാം. അത്തരം കോസ്റ്റുകളെ കുറിച്ചൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു കഴിഞ്ഞു. ഇനി ഒരു എൻഹാൻസ്മെൻറ്റ് വേണം. ഒരു കെട്ടിടം അവിടെ നിന്ന് ഉൽപ്പാദനം വീണ്ടും വർദ്ധിപ്പിക്കണം, അല്ലെങ്കിൽ ഒരു മെഷീൻ ഉപയോഗപ്പെടുത്തിയിട്ട് ഉൽപ്പാദനം കൂടുതൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഫേം അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഫേമുകൾ, അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കണമെങ്കിൽ പുതിയ മെഷീനുകൾ, പുതിയ കെട്ടിടങ്ങൾ, ഇങ്ങനെ പറയുന്ന അത്തരം കൊണ്ടുവരേണ്ടി വരും. ആ ഘടകത്തെയാണ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. അഡീഷനാണത്. ആ രീതിയിലുള്ള അഡീഷൻ ടു ദ സ്റ്റോക്ക് ഓഫ് ക്യാപിറ്റൽ ഓഫ് എ ഫേം, ഇതിനെയാണ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പം നെറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഗ്രോസ് ഇൻവെസ്റ്റ്മെൻറ്റ് മൈനസ് ഡിപ്രീസിയേഷൻ, ദാറ്റ് ഈസ് നെറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്. ഇത്തരം ഡിപ്രീസിയേഷൻ മാറ്റി നിർത്തി കഴിഞ്ഞാൽ എന്ത് കിട്ടും? നെറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്നുള്ളത് കിട്ടും. അപ്പം നെറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഈസ് ഈക്വൽ ടു ഗ്രോസ് ഇൻവെസ്റ്റ്മെൻറ്റ് മൈനസ് ഡിപ്രീസിയേഷൻ. അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ടത് ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് പറയുന്നത് ഒരു ഉൽപ്പാദകൻ ഒരു വസ്തു ഉൽപ്പാദിപ്പിക്കുമ്പോൾ അദ്ദേഹത്തിന് പ്രൊഡക്ഷൻ കോസ്റ്റ്, ഉൽപ്പാദന ചിലവ് വരും. കൂടെ അത് വിറ്റഴിക്കണമെങ്കിൽ രാജ്യത്തിൻ്റെ നിയമങ്ങൾക്കനുസരിച്ച് ഒരു നിശ്ചിത ശതമാനം നികുതി കൂടി ഗവൺമെൻറ്റിലേക്ക് അടക്കേണ്ടി വരും. അവിടെ സെയിൽസ് ടാക്സ് എന്ന് പറയുന്നത് അതുകൂടി ഉൾപ്പെടുത്തിയിട്ടാണ് ഈ വസ്തു അതിൻ്റെ MRP നിശ്ചയിക്കുന്നത് അല്ലേ, അതിൻ്റെ വില നിശ്ചയിക്കുന്നത്. സ്വാഭാവികമായിട്ടും ടാക്സ് എന്ന് പറയുന്നത് വളരെ കൂടുതലായിട്ട് ചുമത്തുകയാണെങ്കിൽ ഉൽപ്പാദന ചെലവിനോടൊപ്പം ഈ ടാക്സ് കൂടി ചേർക്കുമ്പോൾ ഒരു വസ്തുവിൻ്റെ വില വല്ലാതെ വർദ്ധിക്കും. അപ്പോൾ ഗവൺമെൻറ് തന്നെ ടാക്സ് എന്ന് പറയുന്നത് ഒരു ഭാഗത്ത് ചുമത്തുന്നു, ഉൽപ്പാദകനിൽ നിന്ന് നികുതിയായിട്ട് അത് ഈടാക്കുന്നതോടൊപ്പം ആ വസ്തുവിൻ്റെ വില കുറച്ച് നിലനിർത്തുന്നതിന് വേണ്ടി രാജ്യത്തെ ജനങ്ങളുടെ ക്ഷേമം സംരക്ഷിക്കുന്നതിനും, അല്ലെങ്കിൽ അത്തരം അവശ്യ വസ്തുക്കളൊക്കെ ആണെങ്കിൽ അത്തരം വസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പാദകർക്ക് സബ്സിഡി അങ്ങോട്ട് കൊടുക്കും, ഒരു സപ്പോർട്ട് കൊടുക്കും, ഒരു ഫിനാൻഷ്യൽ സപ്പോർട്ട് ഉൽപ്പാദകർക്ക് കൊടുക്കും. അപ്പോൾ ടാക്സായിട്ട് ഉൽപ്പാദകനിൽ നിന്ന് ഇങ്ങോട്ട് ഗവൺമെൻറ് ഈടാക്കുമ്പോൾ അവരെ ചില ഉൽപ്പാദകരെ അവർ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നത്തിൻ്റെ സ്വഭാവങ്ങൾക്കനുസരിച്ച് അവരെ പ്രൊമോട്ട് ചെയ്യുന്നതിന്, സപ്പോർട്ട് ചെയ്യുന്നതിന് സബ്സിഡി എന്ന് പറയുന്നത് ഒരു ആനുകൂല്യം അങ്ങോട്ടും കൊടുക്കാറുണ്ട്. ഇവ തമ്മിലുള്ള ഡിഫറൻസ് ആണ് നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ് എന്നുള്ളത് വരുന്നത്. അപ്പോൾ നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ് NIT ഇസ് ഈക്വൽ ടു ഇൻഡയറക്റ്റ് ടാക്സ് മൈനസ് സബ്സിഡി. ഇതാണ് നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ്. ഇനി അതുപോലെ നമ്മൾ നാഷണൽ ഇൻകം മെഷർ ചെയ്യുമ്പോൾ, നാഷണൽ ഇൻകം അക്കൗണ്ട് ചെയ്യുമ്പോൾ അത് മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ കേൾക്കുന്ന മറ്റൊരു ടേമാണ് ട്രാൻസ്ഫർ പേയ്മെൻറ്റ്സ് എന്ന് പറയുന്നത്. ട്രാൻസ്ഫർ പേയ്മെൻറ്റ്സ് ഇതൊരു യൂണിലാറ്ററൽ പേയ്മെൻറ്റ്സ് ആണ്. ഒരു വ്യക്തിയോ സ്ഥാപനമോ ഗവൺമെൻറ്റോ ഒക്കെ മറ്റ് വ്യക്തികൾക്കോ സ്ഥാപനങ്ങൾക്കോ ഗവൺമെൻറ്റിനോ ഒക്കെ നടത്തുന്ന ഒരു യൂണിലാറ്ററൽ പേയ്മെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? ഇല്ല. ഇപ്പോൾ ഗവൺമെൻറ് രാജ്യത്തെ വിധവാ പെൻഷൻ എന്നുള്ളത് കൊടുക്കുന്നു. ഭർത്താക്കന്മാർ നഷ്ടപ്പെട്ടിട്ടുള്ള
അത്തരം സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ഗവൺമെൻറ് ഒരു സാമ്പത്തിക സഹായമാണ് വിഡോ പെൻഷൻ എന്ന് പറയുന്നത്. തൊഴിലില്ലായ്മ പെൻഷൻ, അൺഎംപ്ലോയ്മെൻറ്റ് പെൻഷൻ എന്ന് പറയുന്നത് കൊടുക്കുന്നുണ്ട്. ഓൾഡ് ഏജ് പെൻഷൻ ഇല്ലേ, വാർദ്ധക്യകാല പെൻഷൻ എന്ന് പറയുന്നത് 60 വയസ്സിന് മുകളിലുള്ളവർക്ക് ഗവൺമെൻറ് നൽകുന്ന ഒരു സാമ്പത്തികമായിട്ടുള്ളൊരു സഹായമാണ്. ഇതിന് ഗവൺമെൻറ് തിരിച്ചെന്തെങ്കിലും പ്രതീക്ഷിക്കുന്നുണ്ടോ? അവരിൽ നിന്ന് മറ്റെന്തെങ്കിലും സർവീസുകൾ തിരിച്ച് പ്രതീക്ഷിക്കുന്നുണ്ടോ? ഇല്ല. ഇനി നിങ്ങൾ വിദ്യാർത്ഥികൾക്ക് പലതരത്തിലുള്ള സ്കോളർഷിപ്പുകൾ ഗവൺമെൻറ് തലത്തിൽ നൽകുന്നുണ്ട്. ഗവൺമെൻറ് പ്രത്യക്ഷത്തിൽ എന്തെങ്കിലും തിരിച്ച് പ്രതീക്ഷിക്കുന്നുണ്ടോ? അല്ലെങ്കിൽ രാജ്യത്തെ ഉൽപ്പാദകർ ടാക്സ് ഗവൺമെൻറ്റിലേക്ക് കൊടുക്കുന്നു, അതിന് തത്തുല്യമായിട്ട് എന്തെങ്കിലും തിരിച്ച് പ്രതീക്ഷിക്കുന്നുണ്ടോ? ഇല്ല. അപ്പോൾ ടാക്സുകൾ അല്ലെങ്കിൽ ഗവൺമെൻറ് കൊടുക്കുന്ന സബ്സിഡികൾ, ഗവൺമെൻറ് നൽകുന്ന പെൻഷനുകൾ, അതിൽ അൺഎംപ്ലോയ്മെൻറ്റ് പെൻഷൻസോ ഓൾഡ് ഏജ് പെൻഷൻസോ വിഡോ പെൻഷൻസോ അതുപോലെ സ്കോളർഷിപ്പുകൾ, ഇതൊക്കെ ഒരു യൂണിലാറ്ററൽ പേയ്മെൻറ്റ്സ് ആണ്. അങ്ങോട്ട് കൊടുക്കുന്നു, തിരിച്ച് അതിന് തത്തുല്യമായിട്ട് എന്തെങ്കിലും പ്രതിഫലം പ്രതീക്ഷിച്ചുകൊണ്ടല്ല. അതിന് പല ലക്ഷ്യങ്ങളുമുണ്ട്. ഇക്കണോമിക് എൻഹാൻസ്മെൻറ്റിൽ പല ലക്ഷ്യങ്ങളുമുണ്ടെങ്കിലും പ്രത്യക്ഷത്തിൽ അതിൽ നിന്ന് തിരിച്ച് ഒരു റിട്ടേൺസ് പ്രതീക്ഷിക്കുകയല്ല. അത്തരത്തിലുള്ള പേയ്മെൻറ്റ്സിനെയാണ് ട്രാൻസ്ഫർ പേയ്മെൻറ്റ്സ് എന്നുള്ളത് പറയുന്നത്. നാഷണൽ ഇൻകം അക്കൗണ്ടിങ് എന്ന് പറയുന്ന ഈ ഒരു ചാപ്റ്ററിൽ ഇനി നമ്മൾ അറിയേണ്ടത് നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡ്. ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻസ് എന്ന് പറയുന്നത് നമുക്കറിയാം. ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻസ് നമ്മൾ പ്രൊഡക്ഷൻ ആൻഡ് കോസ്റ്റ് എന്ന് പറയുന്നിടത്തും കാര്യമായിട്ട് അത് പറഞ്ഞിട്ടുണ്ടല്ലോ. ഏതൊക്കെയായിരുന്നു ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻസ് എന്ന് പറയുന്നത്? 4 എണ്ണിയിരുന്നു. യെസ്, ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, ഓർഗനൈസർ. ഏതൊരു വസ്തുവിൻ്റെ ഉൽപ്പാദനത്തിനാണെങ്കിലും ഈ 4 ഘടകങ്ങൾ സമ്മേളിച്ചിട്ടുണ്ടായിരിക്കും. ഇതിൽ ഏറ്റക്കുറച്ചിലുകളൊക്കെ ഉണ്ടായിരിക്കാം. അപ്പോൾ ഈ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻസിന് അവയുടെ റെമ്യൂണറേഷൻസ് ഉണ്ട്, അവ നൽകുന്ന സർവീസുകൾക്കനുസരിച്ച്. ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, എന്തൊരു വസ്തു ഉൽപ്പാദിപ്പിക്കുകയാണെങ്കിലും അതിൽ ഈ പറയുന്ന 4 ഉൽപ്പാദന ഘടകങ്ങൾ ഏർപ്പെട്ടിരിക്കും. അവയ്ക്ക് കൃത്യമായിട്ട് വരുമാനം ലഭിക്കും. അത് ഫാക്ടർ ഇൻകം എന്ന് പറയുന്നത്. അവിടെ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻസ് എന്ന് പറയുന്നതിന് ലഭിക്കുന്ന ഇൻകമാണ് ഫാക്ടർ ഇൻകം എന്ന് പറയുന്നത്. അതൊക്കെയാണ്. അപ്പോൾ നമുക്കറിയേണ്ടത് നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡ് എന്ന് പറയുന്നതാണ്. അപ്പോൾ ഒരു രാജ്യത്ത് ആ രാജ്യത്തിലെ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻസ് ഉണ്ട്. ആ രാജ്യത്തിലെ തൊഴിലാളികൾ, ആ രാജ്യത്തിലെ മൂലധനം. ലാൻഡ് എന്ന് പറയുമ്പോൾ ഈ പറയുന്ന ഈ ജിയോഗ്രഫിക്കൽ ഏരിയ മാത്രമല്ലല്ലോ, അതിലെ റിസോഴ്സസ് എല്ലാം നമ്മൾ അതിലേക്ക് കണക്ട് ചെയ്തെടുത്തു എക്കണോമിക്സിൽ. അപ്പോൾ ലാൻഡും ലേബറും ക്യാപിറ്റലും ഓർഗനൈസറും ഇത് ഒരു രാജ്യത്തിനകത്തുള്ള, അത് ഡൊമസ്റ്റിക് ഫാക്ടറാണ്. അവർ വിദേശങ്ങളിൽ തൊഴിലെടുക്കുമ്പോൾ, വിദേശ രാജ്യങ്ങളിലൊക്കെ അവർക്ക് തൊഴിലാളികൾ പോയി തൊഴിലെടുക്കുന്നു, അല്ലെങ്കിൽ നമ്മുടെ മൂലധനം അങ്ങോട്ട്, അല്ലെങ്കിൽ നമ്മുടെ സർവീസ് അവിടെ കൊടുക്കുന്നു. അങ്ങനെയൊക്കെ ആകുമ്പോൾ അവിടെ നിന്നൊക്കെ ഇൻകം കിട്ടും. ഈ പറയുന്ന നമ്മുടെ രാജ്യത്തെ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻസ്, ഡൊമസ്റ്റിക് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻസ്, രാജ്യത്തിൻ്റെ മറ്റു പല പ്രദേശങ്ങളിൽ അവരുടെ സർവീസുകൾ കൊടുക്കുന്നതിന് ഭാഗമായിട്ട് അവർക്ക് കിട്ടുന്ന ഫാക്ടർ ഇൻകം, ഏണിങ്സ്, അതിൽ നിന്ന് എന്തൊഴിവാക്കേണ്ടി വരും? അപ്പം മറ്റു പല രാജ്യങ്ങളുടെ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻസ് അവർ നമ്മുടെ രാജ്യത്ത് എൻഗേജ് ചെയ്യുക വഴി അവർക്ക് ലഭിക്കുന്ന ഫാക്ടർ ഇൻകം ഉണ്ട്. അതിവിടെ നിന്ന് അങ്ങോട്ട് പോകേണ്ടതുണ്ട്. ഒന്നും കൂടി പരിശോധിച്ച് നോക്കുക. നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡ് എന്ന് പറയുന്നത് ഇതാണ് അല്ലേ? ഇവിടെ ക്ലിയർ ആണ്. എന്താണ് ഇവിടെ പറയുന്നത്? ഫാക്ടർ ഇൻകം ഏൺഡ് ബൈ ദ ഡൊമസ്റ്റിക് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻസ് എംപ്ലോയ്ഡ് ഇൻ ദ റെസ്റ്റ് ഓഫ് ദ വേൾഡ് മൈനസ് ഫാക്ടർ ഇൻകം ഏൺഡ് ബൈ ദ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ഓഫ് ദ റെസ്റ്റ് ഓഫ് ദ വേൾഡ് എംപ്ലോയ്ഡ് ഇൻ ദ ഡൊമസ്റ്റിക് ഇക്കോണമി. ആദ്യം പറയുന്നത് ഫാക്ടർ ഇൻകം ഏൺഡ് ബൈ ദ ഡൊമസ്റ്റിക് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻസ്, നമ്മുടെ രാജ്യത്തെ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻസ് ഏൺ ചെയ്യുന്ന ഫാക്ടർ ഇൻകമാണ്. എംപ്ലോയ്ഡ് ഇൻ ദ റെസ്റ്റ് ഓഫ് ദ വേൾഡ്, ലോകത്തിൻ്റെ മറ്റു പല രാജ്യങ്ങളിൽ തൊഴിലെടുക്കുക വഴി നമ്മുടെ രാജ്യത്തെ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻസിന് ലഭിക്കുന്ന ഫാക്ടർ ഇൻകം, അതിൽ നിന്ന് എന്തൊഴിവാക്കണം? ഫാക്ടർ ഇൻകം ഏൺഡ് ബൈ ദ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻസ് ഓഫ് ദ റെസ്റ്റ് ഓഫ് ദ വേൾഡ്, ലോകത്തിൻ്റെ മറ്റു പല രാജ്യങ്ങളിലുള്ള ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻസ് ഏൺ ചെയ്യുന്നു. ഇങ്ങനെ എംപ്ലോയ്ഡ് ഇൻ ദ ഡൊമസ്റ്റിക് ഇക്കോണമി, നമ്മുടെ രാജ്യത്ത് തൊഴിലെടുക്കുക വഴി വിവിധ രാജ്യങ്ങളിലുള്ള ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻസ് അവർ ഈ രാജ്യത്ത് നിന്ന് ഏൺ ചെയ്യുന്ന ഒരു വരുമാനമുണ്ട്. അവ തമ്മിലുള്ള ഡിഫറൻസാണ് നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡ് എന്ന് പറയുന്നത്. ഇതെന്തിനാണ് മനസ്സിലാക്കേണ്ടത്? ഇത് നമ്മൾ ഇനി നാഷണൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അവിടെ ഇത് വളരെ പ്രധാനമാണ്. നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡ് എന്ന് പറയുന്നത് കൃത്യമാക്കി മനസ്സിലാക്കി വെക്കുക. ഓക്കെ, നമ്മൾക്ക് നാഷണൽ ഇൻകം അക്കൗണ്ടിങ്ങിലേക്ക് വളരെ ഒരു പ്രധാനപ്പെട്ട ഒരു ഭാഗത്തേക്ക് നമ്മൾ കിടക്കുകയാണ്. നാഷണൽ ഇൻകം അക്കൗണ്ട് ചെയ്യുമ്പോൾ അവിടുത്തെ ഇൻകത്തിൻ്റെ അല്ലെങ്കിൽ പ്രോഡക്റ്റിൻ്റെ, ഉൽപ്പന്നത്തിൻ്റെ ഒരു ഫ്ലോ നമ്മൾ അറിയേണ്ടതുണ്ട്. ഒരു ഇക്കോണമിയിൽ വരുമാനം
അല്ലെങ്കിൽ ഉൽപ്പന്നം എന്നൊക്കെ പറയുന്നത് എങ്ങനെയാണ് അത് സർക്കുലേറ്റ് ചെയ്യപ്പെടുന്നത് എന്നുള്ളത് നോക്കിക്കഴിഞ്ഞാൽ അവിടെ വെച്ചുകൊണ്ട് നമുക്ക് മെഷർ ചെയ്യാൻ സാധിക്കും. ഇവിടെ സർക്കുലർ ഫ്ലോ ഓഫ് ഇൻകം എന്ന് പറയുമ്പോൾ ഇറ്റ്സ് എ പിക്ടോറിയൽ ഇല്ലസ്ട്രേഷൻ ഓഫ് ഇന്റർ റിലേഷൻഷിപ്പ് ഓർ ഇന്റർ ഡിപ്പെൻഡൻസ് ഓഫ് ഡിഫറെൻറ്റ് സെക്ടേഴ്സ്. ഒരു ഇക്കോണമിയിലെ വ്യത്യസ്ത സെക്ടറുകൾ തമ്മിലുള്ള ഇന്റർ റിലേഷൻഷിപ്പ്, ഇന്റർ ഡിപ്പെൻഡൻസ്, അതിൻ്റെ ഒരു പിക്ടോറിയൽ ഇല്ലസ്ട്രേഷൻ ആണ് മാക്രോ എക്കണോമിക്സ് മോഡൽ എന്ന് പറയുന്നിടത്ത് നമുക്കൊരു സിമ്പിൾ ഇക്കോണമി മോഡൽ. ഇവിടെ ഡിഫറെൻറ്റ് സെക്ടേഴ്സ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒരു ഇക്കോണമിയിലെ ഡിഫറെൻറ്റ് സെക്ടേഴ്സ് ഏതൊക്കെയാണ്. ഓക്കെ, ഹൗസ് ഹോൾഡ് സെക്ടർ ഉണ്ട്, ഫേം ഉണ്ട്, ഗവൺമെൻറ് ഉണ്ട്, ദെൻ എക്സ്റ്റേണൽ സെക്ടേഴ്സ് ഉണ്ട്. നമുക്ക് നേരത്തെ അറിയാവുന്നത് 4 സെക്ടറുകളുണ്ട്. നമുക്ക് സർക്കുലർ ഫ്ലോ ഓഫ് ഇൻകം എന്ന് പറയുന്നിടത്ത് സിമ്പിൾ ഇക്കോണമിയിൽ എങ്ങനെയാണ് ഇൻകം സർക്കുലേറ്റ് ചെയ്യപ്പെടുന്നത് അത് നമുക്ക് പരിശോധിക്കാം. ഒരു മാക്രോ എക്കണോമിക് മോഡൽസിൽ ഒരു സിമ്പിൾ ഇക്കോണമി മോഡൽ നമ്മൾ എടുക്കുക. ഒരു സിമ്പിൾ ഇക്കോണമി മോഡൽ എന്ന് പറയുമ്പോൾ അവിടെ 2 സെക്ടറുകൾ മാത്രമേ പരിഗണിക്കുന്നുള്ളൂ. ഒന്ന് ഹൗസ് ഹോൾഡ് എന്ന് പറയുന്ന സെക്ടറും മറ്റൊന്ന് ഫേം എന്ന് പറയുന്നതും. ഗവൺമെൻറ്റിനെയും എക്സ്റ്റേണൽ സെക്ടറിനെയും മാറ്റി നിർത്തുകയാണ്. അപ്പോൾ സിമ്പിൾ ഇക്കോണമി മോഡൽ എന്ന് പറയുമ്പോൾ അതിന് ചില അസംഷൻസ് ഉണ്ട്. ആ അസംഷൻസ് മുന്നിൽ വെച്ചുകൊണ്ട് നമ്മൾ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. എന്തൊക്കെയാണ് സിമ്പിൾ ഇക്കോണമിയുടെ അസംഷൻസ് എന്ന് പറയുന്നത്? ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ. ഈ അസംഷനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഇനി സർക്കുലർ ഫ്ലോ വിവരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് അതിൻ്റെ അസംഷൻസ്. എന്തൊക്കെയാണോ? ഒരു ഇക്കോണമിയിൽ 2 സെക്ടറുകൾ മാത്രമാണ്. അതിലൊന്ന് ഫേമും മറ്റൊന്ന് ഹൗസ് ഹോൾഡുമാണ്. അതാണ് ആദ്യത്തെ അസംഷൻ. രണ്ടാമത്തെ സങ്കല്പം എന്ന് പറയുന്നത് ഹൗസ് ഹോൾഡ് സെക്ടറിൽ നിന്ന് എന്ത് സപ്ലൈ ചെയ്യാണ്? ഫാക്ടർ സർവീസ് ടു ഫേം. ഫേമുകളിലേക്ക് തൊഴിലാളികളെയും അതുപോലെ മൂലധനവും ക്യാപിറ്റലും ഇതൊക്കെ സപ്ലൈ ചെയ്യുന്നത് ഹൗസ് ഹോൾഡ് സെക്ടറിൽ നിന്നാണ്. മൂന്നാമത്തത് ഫേം എന്ത് ചെയ്യുന്നുണ്ട്? ഹയർ ഫാക്ടർ സർവീസ് ഫ്രം ഹൗസ് ഹോൾഡ് സെക്ടർ. ഗാർഹിക മേഖലയിൽ നിന്ന് ഘടക സേവനങ്ങളെ വാങ്ങിക്കുന്നുണ്ട് ഫേമുകൾ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗാർഹിക മേഖലയിൽ നിന്ന് തൊഴിലാളികളെ, അതുപോലെ മൂലധനം, ഭൂമി, അങ്ങനെ പറയുന്ന സംരംഭകത്വം, ഇങ്ങനെ പറയുന്ന ഈ ഫാക്ടർ സർവീസുകളൊക്കെ അതിന് കൃത്യമായിട്ട് പേയ്മെൻറ്റ് നടത്തിക്കൊണ്ട് തന്നെ ഫേമുകൾ അത് വാങ്ങിക്കുന്നുണ്ട്. അതാണ് മൂന്നാമത്തെ ഒരു അസംഷൻ. 4, ഹൗസ് ഹോൾഡ് സെക്ടറിന് ലഭിക്കുന്ന ഈ ഫാക്ടർ സർവീസിന് ലഭിക്കുന്ന പേയ്മെൻ്റ് ഉണ്ടല്ലോ. ഒരു തൊഴിലാളി ഹൗസ് ഹോൾഡ് സെക്ടറിൽ നിന്ന് ഫേമിൽ പോയി കഴിഞ്ഞാൽ തൊഴിൽ കൊടുക്കും. അതാണ് അദ്ദേഹത്തിൻ്റെ ഫാക്ടർ സർവീസ്. അതിന് അദ്ദേഹത്തിന് വേജ് ലഭിക്കും, ഫാക്ടർ റെമ്യൂണറേഷൻ നമ്മൾക്കറിയാം. ആ വേജ് കിട്ടിക്കഴിഞ്ഞാൽ ഈ ഹൗസ് ഹോൾഡ് സെക്ടറിലെ തൊഴിലാളികളൊക്കെ സ്പെൻഡ് ദെയർ എൻറ്റയർ ഇൻകം ഓൺ കൺസംഷൻ. സാധനങ്ങൾ വാങ്ങിക്കുന്നതിന്, സേവനങ്ങൾ വാങ്ങിക്കുന്നതിന് വേണ്ടി അവർക്ക് ലഭിച്ച മുഴുവൻ തുകയും അവർ ചിലവ് ചെയ്യും. ഒരു ചെറിയ ഭാഗം പോലും അവർ സമ്പാദ്യമായി മാറ്റിവെക്കുന്നില്ല എന്നൊരു അസംഷൻ കൂടി അതിനുണ്ട് ഈ സിമ്പിൾ 2 സെക്ടർ ഇക്കോണമി മോഡലിന്. മറ്റൊരു അഞ്ചാമത്തെ ഒരു അസംഷൻ എന്ന് പറയുന്നത് ഫേം സെൽ ദെയർ എൻറ്റയർ പ്രോഡക്റ്റ് ടു ഹൗസ് ഹോൾഡ്. ഒരു ഫേം ഉൽപ്പാദിപ്പിക്കുന്ന മുഴുവൻ ഉൽപ്പന്നങ്ങളും സാധന സേവനങ്ങളും അത് ആർക്കാണ് വിൽപ്പന നടത്തുന്നത്? ഹൗസ് ഹോൾഡ് സെക്ടറിലേക്കാണ്. ഫേം ഒരിക്കലും സ്റ്റോക്ക് ചെയ്തു വെക്കുന്നില്ല, അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളിലേക്കോ വിദേശങ്ങളിലേക്കോ എന്ത് ചെയ്യുന്നില്ല? വിൽപ്പന നടത്തുന്നില്ല. മറ്റൊരു അസംഷൻ എന്ന് പറയുന്നത് നോ ഗവൺമെൻറ്, അതുപോലെ ഫോറിൻ ട്രേഡ്. ആ ഇക്കോണമിയിൽ, ഒരു സിമ്പിൾ ഇക്കോണമിയിൽ ഗവൺമെൻറ്റിൻ്റെ ഇൻ്റർവെൻഷൻ ഇല്ല ഇക്കണോമിക് ആക്ടിവിറ്റീസിൽ. അതുപോലെ ഫോറിൻ ട്രേഡ് എന്ന് പറയുന്നത് എക്സ്പോർട്ട് ഇമ്പോർട്ട് ഇല്ല. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ ഒരു ക്ലോസ്ഡ് ഇക്കോണമിയാണ് സിമ്പിൾ ഇക്കോണമി എന്ന് പറയുന്നത്. ഇവിടെ ഒരു സിമ്പിൾ ഇക്കോണമി മോഡലാണ് ഇവിടെ. അതിൻ്റെ അസംഷൻസ് ആണ് ഈ കണ്ടതൊക്കെ അല്ലേ. അവിടെ 2 സെക്ടറുകളേ ഉള്ളൂ എന്ന് പറയുന്നു, ഹൗസ് ഹോൾഡ് സെക്ടറും ഫേമും. ഈ 2 സെക്ടറുകൾ, ഗവൺമെൻറ് ഇല്ല, എക്സ്റ്റേണൽ സെക്ടേഴ്സ് ഇല്ല. ഗവൺമെൻറ് വരുമ്പോൾ 3 സെക്ടറായി, എക്സ്റ്റേണൽ സെക്ടർ കൂടി വരുമ്പോൾ 4 സെക്ടറായി, 4 മേഖലകൾ വരുമല്ലോ. ഇവിടെ 2 സെക്ടർ മോഡലാണ് സിമ്പിൾ ഇക്കോണമി എന്ന് പറയുന്നത്. നമ്മൾ ഈ പറഞ്ഞ അസംഷനൊക്കെ 2 സെക്ടർ മോഡലാണ്. അവിടെ എങ്ങനെയാണ് പ്രോഡക്റ്റിൻ്റെയും ഇൻകത്തിൻ്റെയും ഒക്കെ സർക്കുലേഷൻ നടക്കുന്നത് അതാണ് നമ്മൾ പരിശോധിക്കുന്നത്. എന്നിട്ട് ആ സർക്കുലേഷനെ മെഷർ ചെയ്യുക എന്നുള്ളതാണ് നാഷണൽ ഇൻകം അക്കൗണ്ടിലേക്ക് എളുപ്പം എത്തിച്ചേരാനുള്ള ഒരു മാർഗം. അപ്പോൾ ഒരു മാക്രോ ഇക്കണോമിക് മോഡലാണ്, അതിൻ്റെ അസംഷൻസാണ് ഈ പറഞ്ഞതൊക്കെ. ഈ അസംഷൻ ബേസ് ചെയ്തിട്ട് നമുക്ക് ഇതുപോലെ 2 സെക്ടറുകളെ കൊടുക്കാം. ഒന്ന് ഫേം, മറ്റൊന്ന് ഹൗസ് ഹോൾഡ് സെക്ടർ. ഇവിടെ കാണാമല്ലോ, ഫേം, ഹൗസ് ഹോൾഡ് സെക്ടർ, ഗാർഹിക മേഖല. അവിടെ നിന്ന് ഹൗസ് ഹോൾഡ് സെക്ടറിൽ നിന്ന് ആദ്യം എന്ത് ചെയ്യാണ്? ഫാക്ടർ സർവീസ് എന്ന് പറയുന്നത് എങ്ങോട്ട് വരുന്നു? ഫേമിലേക്ക് വരുന്നു.
അപ്പോൾ തൊഴിലാളി, ഈ ഗാർഹിക മേഖലയിലുള്ള തൊഴിലാളി അദ്ദേഹത്തിൻ്റെ തൊഴിൽ എടുക്കുന്നതിന് വേണ്ടി ഫേമിൽ വരുന്നു. അങ്ങനെ ഫേമിൽ വന്നു കഴിഞ്ഞാൽ അദ്ദേഹം തൊഴിലെടുത്തു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് എന്ത് കൊടുക്കുകയാണ്? ഫാക്ടർ പേയ്മെൻറ്റ് എന്ന് പറയുന്നത് ഇങ്ങോട്ട് പോകുന്നു. ഈ തൊഴിലാളിക്കുള്ള വേതനം ഇതുപോലെ ഫാക്ടർ പേയ്മെൻ്റ് ആയിട്ട് എങ്ങോട്ട് പോകുന്നു? ഇവിടെ ഗാർഹിക മേഖലയിൽ എത്തുന്നു. ഇപ്പോൾ സംഭവിച്ചത് എന്താണ്? ഈ ഗാർഹിക മേഖലയിൽ നിന്ന് തൊഴിലാളി ഫേമിൽ വന്നു, തൊഴിലെടുത്തു, അതിന് പ്രതിഫലം ഫാക്ടർ പേയ്മെൻ്റ് ആയിട്ട് ഇവിടെ ഹൗസ് ഹോൾഡ് സെക്ടറിലേക്ക് എത്തി. ഇവിടെ ഉൽപ്പന്നം ഉണ്ടായി, ഇവിടെ എന്തുണ്ടായി? വരുമാനം ഉണ്ടായി. ഈ തൊഴിലാളിക്ക് വേജ് ആയിട്ട് കിട്ടി. അതുപോലെ ലാൻഡും ക്യാപിറ്റലും ഓർഗനൈസറും ഒക്കെ ഇതുപോലെ ഹൗസ് ഹോൾഡ് സെക്ടറിൽ നിന്ന് ഫേമിൽ വരുന്നു, എൻഗേജ് ചെയ്യുന്നു, അതിൻ്റെ ഫാക്ടർ പേയ്മെൻറ്റ് എവിടെ കിട്ടുന്നു? അപ്പോൾ ഉൽപ്പന്നം ഇവിടെ ഉണ്ടാവുന്നു, വരുമാനം ഇവിടെയും എത്തുന്നു. ആദ്യ ഘട്ടം ഇതാണ്. രണ്ടാം ഘട്ടം, ഈ ഉൽപ്പന്നമൊക്കെ, ഇതിൻ്റെ അസംഷൻ പറഞ്ഞത് എന്താണ്? ഈ ഉൽപ്പന്നമൊക്കെ എവിടേക്ക് വിൽപ്പന നടത്തുകയാണ്? ഫേം സെൽ ദെയർ എൻറ്റയർ ഔട്ട്പുട്ട്, എൻറ്റയർ പ്രോഡക്റ്റ് ഇൻ ടു ഹൗസ് ഹോൾഡ്, അല്ലേ? അപ്പോൾ ഈ ഗുഡ്സ് ആൻഡ് സർവീസസ് ഒക്കെ ഇങ്ങോട്ട് വിൽപ്പന നടത്തുന്നു. അങ്ങനെ വിൽപ്പന നടത്തി കഴിഞ്ഞാലോ ഇവിടെയുള്ള വരുമാനം ഉണ്ടല്ലോ, പണമായിട്ട് തൊഴിലാളിക്ക് ലഭിച്ചത്, അതിങ്ങോട്ട് വരില്ലേ? സ്പെൻഡിങ്, എക്സ്പെൻഡിച്ചറായിട്ട് ആ പണം ഇങ്ങോട്ട് വരും. ഇതിങ്ങനെ നടന്നുകൊണ്ടിരിക്കും. ഹൗസ് ഹോൾഡ് സെക്ടറിൽ നിന്ന് തൊഴിലാളിയും മൂലധനവും ഭൂവുടമസ്ഥരും അവരവരുടെ ഫാക്ടർ സർവീസുകളൊക്കെ ഫേമിന് കൊടുക്കുന്നു. അങ്ങനെ ഫേം അത് ഉപയോഗിച്ച് ഉൽപ്പാദനം നടത്തുമ്പോൾ അതിൻ്റെ ഫാക്ടർ പേയ്മെൻറ്റ് അങ്ങോട്ട് പോകുന്നു. ഇപ്പോൾ ഇവിടെ ഉൽപ്പന്നമുണ്ട്, അവിടെ വരുമാനമുണ്ട്. ഈ ഉൽപ്പന്നം ഹൗസ് ഹോൾഡ് സെക്ടറിലേക്ക് വിൽപ്പന നടത്തുന്നു. അതിൻ്റെ ഇവിടെ ലഭിച്ച വരുമാനം അതിന് പ്രതിഫലമായിട്ട് ഇങ്ങോട്ട് ഫേമിലേക്ക്. ഈ കാര്യം ഇങ്ങനെ സർക്കുലേറ്റ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കും. ഈ ഫ്ലോ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ രണ്ട് തരം ഫ്ലോസ് ആണ് ഇവിടെ നടക്കുന്നത്. ഒന്ന് ഉൽപ്പന്നമായിട്ട്, സേവനമായിട്ട്, മറ്റൊരെണ്ണം പറഞ്ഞാൽ പണമായിട്ട്. രണ്ട് ഫ്ലോ ഉണ്ട്, മനസ്സിലായോ? ശ്രദ്ധിച്ചു നോക്കാം. ഈ സർക്കുലർ ഫ്ലോ ഓഫ് ഇൻകോയിൽ രണ്ട് ഫ്ലോസ് ഉണ്ട്. ഒന്ന് റിയൽ ഫ്ലോ, മറ്റൊന്ന് മണി ഫ്ലോ എന്ന് പറയുന്നത്. ഒന്ന് റിയൽ ഫ്ലോ, മറ്റൊന്ന് മണി ഫ്ലോ എന്ന് പറയുന്നത്. എന്താണെന്നുള്ളത് വിശദമായിട്ട് നമുക്കിവിടെ സ്ലൈഡുകളിലൂടെ നോക്കാം. ശ്രദ്ധിക്കുക. ഇപ്പോൾ ഫേമിൽ നിന്ന് ഹൗസ് ഹോൾഡിലേക്ക് ലേബർക്ക് ലാൻഡ്, ക്യാപിറ്റൽ, ഓർഗനൈസർ, ഈ പറയുന്ന ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻസിന് കൊടുക്കുന്ന പേയ്മെൻറ്റ്, ഫാക്ടർ പേയ്മെൻറ്റ് എന്ന് പറയുന്നത് പണമായിട്ടാണല്ലോ കൊടുക്കുക. തൊഴിലാളിക്ക് വേതനം കിട്ടുന്നു, ഭൂവുടമസ്ഥന് റെൻറ്റ് ലഭിക്കുന്നു, അല്ലേ? ക്യാപിറ്റൽ ഓണർക്ക് ഇൻട്രസ്റ്റ് ലഭിക്കുന്നു, ഓർഗനൈസർക്ക് പ്രോഫിറ്റ് ലഭിക്കുന്നു. ഇതൊക്കെ പണത്തിൻ്റെ രൂപത്തിലാണ്. അതാണ് ഫാക്ടർ പേയ്മെൻറ്റ് എന്ന് പറയുന്നത്. ഒരു മണി ഫ്ലോ ആണ്. അതുപോലെ മറ്റൊരു മണി ഫ്ലോ നോക്ക്. ഏതാണ്? ഹൗസ് ഹോൾഡിൽ നിന്ന് ഫേമിലേക്ക് പോകുന്നതാണ് സ്പെൻഡിങ് എന്ന് പറയുന്നത്. സ്പെൻഡിങ് എന്ന് പറഞ്ഞാൽ എക്സ്പെൻഡിച്ചർ ഓൺ ഗുഡ്സ് ആൻഡ് സർവീസസ് ആണ്. സാധന സേവനങ്ങൾ വാങ്ങിക്കുമ്പോൾ ഹൗസ് ഹോൾഡ് സെക്ടറിലുള്ളവർ ഫേമിൽ ആ പണം അടവ് നടത്തുന്നു, അല്ലേ? സാധനങ്ങളാണെങ്കിലും സേവനങ്ങളാണെങ്കിലും വാങ്ങിക്കുമ്പോൾ അതിന് പേയ്മെൻറ്റ് നടത്തും. അതാണ് സ്പെൻഡിങ് എന്ന് പറയുന്നത്. അത് പണത്തിൻ്റെ രൂപത്തിലാണ്. അപ്പോൾ ഒരു പ്രവാഹം എന്ന് പറഞ്ഞാൽ ഫേമിൽ നിന്ന് ഹൗസ് ഹോൾഡിലേക്ക് ഫാക്ടർ പേയ്മെൻ്റ് ആയിട്ടൊരു മണി ഫ്ലോ വരുമ്പോൾ ഇവിടെ നിന്ന് ഹൗസ് ഹോൾഡിൽ നിന്ന് ഫേമിലേക്ക് ഒരു മണി ഫ്ലോ ഉണ്ട്, സ്പെൻഡിങ് ആയിട്ട്, സാധന സേവനങ്ങൾക്കുള്ള പണമടവ്. ഇത് രണ്ടും പണത്തിൻ്റെ രൂപത്തിലാണ്. അതുകൊണ്ടാണ് അതിനെ മണി ഫ്ലോ അല്ലെങ്കിൽ നോമിനൽ ഫ്ലോ എന്ന് വിളിക്കുന്നത്. ഇനി മറ്റൊരെണ്ണം നോക്ക്. ഇപ്പോൾ ഫാക്ടർ സർവീസ്, ഹൗസ് ഹോൾഡ് സെക്ടറിൽ നിന്ന് തൊഴിലാളി തൊഴിലെടുക്കാൻ വേണ്ടി ഫേമിലേക്ക് പോകുന്നു. അത് പണത്തിൻ്റെ രൂപത്തിലാണോ? അല്ല, ഒരു സർവീസാണ് അതല്ലേ? ഒരു തൊഴിലാളിയുടെ സർവീസാണ് അങ്ങോട്ട് പോകുന്നത്. ഭൂവുടമസ്ഥൻ്റെയോ അല്ലെങ്കിൽ ക്യാപിറ്റൽ ഓണറുടെയോ ഓർഗനൈസറുടെയോ ഒക്കെ സ്കില്ലുകൾ, അതൊക്കെ ഒരു ഫാക്ടർ സർവീസാണ്, പണത്തിൻ്റെ രൂപത്തിലല്ല. അത് ഒരു റിയൽ ഫ്ലോ ആണ്. ഫാക്ടർ സർവീസ് എന്ന് പറഞ്ഞാൽ റിയൽ ഫ്ലോ ആണ്. ഇനി അതുപോലെ ഫേമിലുള്ള ഉൽപ്പന്നം ഹൗസ് ഹോൾഡിലേക്ക് വരുന്നു. ഫേമിൽ ഉൽപ്പാദിപ്പിച്ച ചെരുപ്പാണെങ്കിലും അരിയാണെങ്കിലും മറ്റു ഭക്ഷ്യവസ്തുക്കളാണെങ്കിലും എന്തോ ആവട്ടെ, അത് ഹൗസ് ഹോൾഡിലേക്ക് വരുന്നു. ഗുഡ്സ് ആൻഡ് സർവീസസ് എന്ന് പറഞ്ഞൊരു ഫ്ലോ കണ്ടില്ലേ? സാധനങ്ങളും സേവനങ്ങളുമാണ് ഇങ്ങോട്ട് വരുന്നത്. പണത്തിൻ്റെ രൂപത്തിലാണോ? അല്ല, യഥാർത്ഥ രൂപത്തിലാണ് വരുന്നത്. അപ്പോൾ ഇവിടെ റിയൽ ഫ്ലോ എന്ന് പറയുന്നത്, യഥാർത്ഥ പ്രവാഹം എന്ന് പറയുന്നിടത്ത് ഫാക്ടർ സർവീസ് ഹൗസ് ഹോൾഡിൽ നിന്ന് ഫേമിലേക്ക് വരുന്നതും ഫേമിൽ നിന്ന് ഹൗസ് ഹോൾഡിലേക്ക് പോകുന്ന ഗുഡ്സ് ആൻഡ് സർവീസസും, ഇത് രണ്ടും റിയൽ ഫ്ലോയുമാണ്. ഇവിടെ ഈ കണ്ട ഈ ഫ്ലോകൾ, റിയൽ ഫ്ലോ, മണി ഫ്ലോ എന്താണെന്ന് കൃത്യമായി മനസ്സിലായി കഴിഞ്ഞല്ലോ. ഇത് ഇങ്ങനെ സർക്കുലേറ്റ് ചെയ്യപ്പെടുകയാണ്. അപ്പോൾ ഇവിടെ നമ്മൾക്ക് വെച്ചുകൊണ്ട് പ്രോഡക്റ്റ് മാത്രം മെഷർ ചെയ്ത് കഴിഞ്ഞാൽ അവിടുത്തെ നാഷണൽ ഇൻകം കിട്ടും. അല്ലെങ്കിൽ ഇൻകം മാത്രം മെഷർ ചെയ്ത് കഴിഞ്ഞാൽ നാഷണൽ ഇൻകം കിട്ടും. അല്ലെങ്കിൽ ഈ ഇൻകം ചെലവ് ചെയ്യുന്നത് മാത്രം മെഷർ ചെയ്ത് കഴിഞ്ഞാലും നാഷണൽ ഇൻകം കിട്ടും. കാരണം ഇതെല്ലാം തുല്യമായ എമൗണ്ട് ആയിരിക്കും. മനസ്സിലാവുന്നുണ്ടോ?
ഹൗസ് ഹോൾഡ് സെക്ടറിൽ നിന്ന് ഫേമിൽ പോയി പണിയെടുത്തു കഴിഞ്ഞാൽ 1000 രൂപയുടെ ചെരുപ്പാണ് നിർമ്മിച്ചതെങ്കിൽ ആ 1000 രൂപയുടെ ചെരുപ്പിന് തത്തുല്യമായിട്ടുള്ള വരുമാനം എവിടെ ഉണ്ട്? 1000 രൂപ വരുമാനമായിട്ട് ഗാർഹിക മേഖലയിലുണ്ട്. കാരണം തൊഴിലാളിക്ക് വേതനം കിട്ടിയതും മൂലധനത്തിന് പ്രതിഫലമായി കിട്ടിയതും അതുപോലെ ക്യാപിറ്റലിന് പ്രതിഫലമായി കിട്ടിയതും എല്ലാം കൂടി ഈ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻസിന് പേയ്മെൻറ്റ് നടത്തിയതാണ് 1000 രൂപ. അതാണ് ഈ ഉൽപ്പന്നത്തിൻ്റെ വില. 1000 രൂപയുടെ ചെരുപ്പ് 1000 രൂപ വരുമാനമായിട്ട് എവിടെ ഉണ്ട്? ഗാർഹിക മേഖലയിലുണ്ട്. ആ 1000 രൂപ പൂർണ്ണമായിട്ടും ചെലവ് ചെയ്യുമ്പോൾ ഈ 1000 രൂപയുടെ ചെരുപ്പ് മൊത്തമായിട്ട് എവിടെ വരികയാണ്? ഗാർഹിക മേഖലയിൽ വരികയാണ്. അപ്പോൾ ഉൽപ്പന്നം 1000 രൂപയുടേതാണെങ്കിൽ ഒരു ഭാഗത്ത് വരുമാനവും 1000 രൂപ സൃഷ്ടിക്കപ്പെടുകയാണ്. അങ്ങനെയാണെങ്കിൽ ഉൽപ്പന്നം മാത്രം മെഷർ ചെയ്താൽ മതിയോ ഒന്നെങ്കിൽ, അല്ലെങ്കിൽ ഇൻകം മാത്രം മെഷർ ചെയ്യുക, അല്ലെങ്കിൽ ഇവർ എക്സ്പെൻഡ് ചെയ്യുന്ന ആ എക്സ്പെൻഡിച്ചർ മാത്രം മെഷർ ചെയ്യുക. എങ്ങനെ മെഷർ ചെയ്ത് കഴിഞ്ഞാൽ തുല്യ മൂല്യമാണ് കിട്ടുക. ഇവിടെ ചെരുപ്പ് മാത്രം അതിൻ്റെ മൂല്യം മാത്രം അളന്നെടുത്താൽ 1000 കിട്ടും. അതല്ലെങ്കിൽ ഗാർഹിക മേഖലയിലുള്ള ആളുകളുടെ വരുമാനം മാത്രമായിട്ട് മെഷർ ചെയ്താൽ അതും 1000 കിട്ടും. അതല്ല ഇവർ ചിലവ് ചെയ്യുന്നത് മൊത്തമായിട്ടുള്ള തുക എത്രയാണെന്ന് മെഷർ ചെയ്ത് കഴിഞ്ഞാൽ അതും 1000 തന്നെയാണ് കിട്ടുക. അതല്ലാത്ത മറ്റൊരു വരുമാനം ഇവിടെ എന്തിൽ വരുന്നില്ല? സർക്കുലേഷനിൽ വരുന്നില്ല, പ്രോഡക്റ്റും വരുന്നില്ല, ഇൻകം വരുന്നില്ല. അപ്പോൾ നാഷണൽ ഇൻകം മെഷർ ചെയ്യാൻ 3 മെത്തേഡുകളാണുള്ളത്. ഇവിടെ നിന്ന് മനസ്സിലാക്കി വെക്കുക. ഒന്ന് പ്രോഡക്റ്റ് മെത്തേഡ് ഓർ വാല്യൂ ആഡഡ് മെത്തേഡ്, മറ്റൊരെണ്ണം ഇൻകം മെത്തേഡ്, വേറൊരെണ്ണം എക്സ്പെൻഡിച്ചർ മെത്തേഡ്. ഇത് മൂന്നും ഓരോന്നും വിശദമായിട്ട് നമുക്ക് നോക്കാം. Product method. This method approaches national income from production side. Here, national income is the total value of production in a year. ഇവിടെ കാര്യം വ്യക്തമാണ്. പ്രോഡക്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത്, ഈ മെത്തേഡ് അപ്രോച്ച് ചെയ്യുന്നത് നാഷണൽ ഇൻകം ഉൽപ്പന്നത്തിൻ്റെ ഭാഗത്തു നിന്നാണ് നാഷണൽ ഇൻകം മെഷർ ചെയ്യുന്നത്. ഇവിടെ എന്താണ്? ഹിയർ നാഷണൽ ഇൻകം ഈസ് ദ ടോട്ടൽ വാല്യൂ ഓഫ് പ്രൊഡക്ഷൻ ഇൻ എ ഇയർ. ഒരു വർഷം ഒരു ഇക്കോണമിയിൽ ഉൽപ്പാദിപ്പിച്ച മൊത്തം ഉൽപ്പന്നം അതിൻ്റെ മൂല്യം കണ്ടുകൊണ്ട് ദേശീയ വരുമാനം കണക്കാക്കുന്ന രീതിയാണ് പ്രോഡക്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത്. അങ്ങനെയാകുമ്പോൾ പ്രോഡക്റ്റ് മെത്തേഡിൽ വെൻ വി യൂസ് പ്രൊഡക്ഷൻ മെത്തേഡ് ദ വാല്യൂ ഓഫ് ഔട്ട്പുട്ട് ക്യാൻ ബി എസ്റ്റിമേറ്റഡ് ബൈ 3 ways. 3 രീതിയിൽ നമ്മൾക്ക് പ്രോഡക്റ്റിൻ്റെ വാല്യൂ എസ്റ്റിമേറ്റ് ചെയ്യാൻ സാധിക്കും. അതിൽ ഒരു അപ്രോച്ച് എന്ന് പറയുന്നത് ഫൈനൽ ഗുഡ്സ് അപ്രോച്ചാണ്. ഫൈനൽ ഗുഡ്സ് അപ്രോച്ച് എന്ന് പറയുമ്പോൾ നമുക്ക് ആ പേര് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാക്കും. ഹിയർ വി ആഡ് ടുഗദർ ദ വാല്യൂ ഓഫ് ഓൺലി ആൾ ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ്ഡ് ഇൻ ആൻ ഇക്കോണമി ഇൻ എ ഇയർ. ദിസ് ക്യാൻ ബി അച്ചീവ്ഡ് ബൈ മൾട്ടിപ്ലൈയിങ് ക്വാണ്ടിറ്റി വിത്ത് ഇറ്റ്സ് മാർക്കറ്റ് പ്രൈസ്. ഇത്രയാണ് അവിടെ പറയുന്നുള്ളൂ. ഫൈനൽ ഗുഡ്സ് അപ്രോച്ച് എന്ന് പറയുന്നത് ഒരു രാജ്യത്ത് ഒരു വർഷത്തിൽ ഉൽപ്പാദിപ്പിച്ച മുഴുവൻ അന്തിമ സാധന സേവനങ്ങളുടെ മണി വാല്യൂ മാത്രം കണ്ടുകൊണ്ട് നാഷണൽ ഇൻകം മെഷർ ചെയ്യുന്നതാണ്. അപ്പോൾ ഗുഡ്സ് എന്ന് പറയുന്നിടത്ത് ഫൈനലുമുണ്ട്, ഇൻ്റർമീഡിയറ്റും ഉണ്ട്. അത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഫൈനൽ ഗുഡ്സിൻ്റെ മണി വാല്യൂ മൾട്ടിപ്ലൈ ചെയ്തുകൊണ്ട് ഫൈനൽ ഗുഡ്സിൻ്റെ വാല്യൂ എങ്ങനെ കാണുക? ആ ഇക്വേഷൻസ് ആണ് താഴെ തന്നിട്ടുള്ളത്. വാല്യൂ ഓഫ് ഔട്ട്പുട്ട് Q ഈസ് ഈക്വൽ ടു മാർക്കറ്റ് പ്രൈസ് ഇൻറ്റു ഔട്ട്പുട്ട്. അപ്പോൾ വാല്യൂ ഓഫ് ഔട്ട്പുട്ട് എന്ന് പറയുന്നതാണ് നമ്മളിവിടെ കാണുന്നതെങ്കിൽ എന്താണോ വസ്തു അതിൻ്റെ മാർക്കറ്റ് പ്രൈസ് ഇൻറ്റു ആ വസ്തു എത്ര യൂണിറ്റ് ഉണ്ട്. ഇപ്പോൾ ഒരു രാജ്യത്ത് ആകെ 10 ജോഡി ചെരുപ്പ് മാത്രമേ ഉൽപ്പാദിപ്പിച്ചുള്ളൂ എന്ന് സങ്കല്പിക്കുക. ഒരു വർഷത്തിൽ ഒരു രാജ്യത്ത് ആകെ 10 ജോഡി ചെരുപ്പ് മാത്രമേ ഉൽപ്പാദിപ്പിച്ചിട്ടുള്ളൂ. അങ്ങനെയാണെങ്കിൽ അവിടുത്തെ ഫൈനൽ ഗുഡ്സ് അപ്രോച്ച് പ്രകാരം അവിടുത്തെ നാഷണൽ ഇൻകം എത്രയായിരിക്കും? ഒരു ജോഡി ചെരുപ്പിന് 100 രൂപയാണെങ്കിൽ മാർക്കറ്റ് പ്രൈസ് 100 ആണ്. 100 ഇൻറ്റു എത്ര ജോഡിയാണ് അവിടെ ആകെ ഉൽപ്പാദിപ്പിച്ചത്? 10 ജോഡി. അപ്പോൾ 100 ഇൻറ്റു 10 1000. വാല്യൂ ഓഫ് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 1000 ആണ്. പ്രോഡക്റ്റ് മെത്തേഡ് പ്രകാരം ഫൈനൽ ഗുഡ്സ് ആണ് ഈ 10 ജോഡി ചെരുപ്പ് എങ്കിൽ അവിടെ ജനറേറ്റ് ചെയ്യപ്പെട്ടത് അല്ലെങ്കിൽ അവിടെ മെഷർ ചെയ്യപ്പെട്ട നാഷണൽ ഇൻകം എന്ന് പറയുന്നത് 1000 ആണ്. അപ്പോൾ വാല്യൂ ഓഫ് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 1000 കിട്ടി. മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത് ഒരു ജോഡി ചെരുപ്പിന് 100 രൂപയാണ്. ഔട്ട്പുട്ട് ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് 10 ജോഡി ചെരുപ്പാണ് അവിടെ ആകെ ഉൽപ്പാദിപ്പിച്ചിട്ടുള്ളത്. 100 ഇൻറ്റു 10 1000 എന്നുള്ളത് കിട്ടി. എന്നാൽ ഒരു ഇക്കോണമിയിൽ ഒരു വസ്തു മാത്രമല്ലല്ലോ ഉൽപ്പാദിപ്പിക്കുക, ഒരുപാട് സാധനങ്ങൾ ഉണ്ടാവും. ആ സാധനങ്ങളുടെ ഒക്കെ മാർക്കറ്റ് പ്രൈസ് ഇൻറ്റു അത് എത്ര യൂണിറ്റ് ഉൽപ്പാദിപ്പിച്ചു എന്നുള്ളത് ആഡ് ചെയ്തെടുത്താൽ വാല്യൂ ഓഫ് ഔട്ട്പുട്ട് കിട്ടും. ഇത് പ്രകാരം പ്രോഡക്റ്റ് മെത്തേഡ് പ്രകാരം Q ഈസ് ഈക്വൽ ടു P ഇൻറ്റു Q. P എന്ന് പറയുന്നത് പ്രൈസ്,
ഇൻറ്റു ക്യൂ എന്ന് പറയുന്നത് ക്വാണ്ടിറ്റി ഓഫ് ഔട്ട്പുട്ട്. ഇത് പ്രകാരം വളരെ എളുപ്പത്തിൽ തന്നെ ഫൈനൽ ഗുഡ്സ് അപ്രോച്ച് പ്രകാരം വളരെ എളുപ്പത്തിൽ നാഷണൽ ഇൻകം മെഷർ ചെയ്യാൻ സാധിക്കും. ഈ പ്രോഡക്റ്റ് മെത്തേഡിൽ ഫൈനൽ ഗുഡ്സ് അപ്രോച്ച് പ്രകാരം നാഷണൽ ഇൻകം മെഷർ ചെയ്യുമ്പോൾ ഫൈനൽ ഗുഡ്സിൻ്റെ മാർക്കറ്റ് പ്രൈസ് ഇൻറ്റു ഔട്ട്പുട്ടാണ് എടുക്കേണ്ടത്. അവിടെ ഇൻ്റർമീഡിയറ്റ് ഗുഡ്സ് ഒരിക്കലും വരാൻ പാടില്ല. അങ്ങനെ വരുമ്പോൾ സംഭവിക്കുന്നത് ഡബിൾ കൗണ്ടിങ് ഉണ്ടായിരിക്കും. ഡബിൾ കൗണ്ടിങ് ഈസ് അവോയ്ഡഡ് ഇൻ ദിസ് മെത്തേഡ് ബിക്കോസ് ഓഫ് ടേക്കിംഗ് ഓൺലി ഫൈനൽ ഗുഡ്സ്. ഇവിടെ ഫൈനൽ ഗുഡ്സ് മാത്രമാണ് എടുക്കുക, ഇൻ്റർമീഡിയറ്റ് ഗുഡ്സ് എടുക്കാൻ പാടില്ല. ഫൈനൽ ഗുഡ്സ് മാത്രം എടുത്തുകൊണ്ട് അതിൻ്റെ മാർക്കറ്റ് പ്രൈസ്, അതിൻ്റെ ക്വാണ്ടിറ്റി മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്ന തുകയാണ് നാഷണൽ ഇൻകം എന്ന് പറയുന്നത്. ഡബിൾ കൗണ്ടിങ് എന്ന് പറയുന്നത് വെൻ ഔട്ട്പുട്ട് ഓഫ് എ ഗുഡ് ഓർ സർവീസസ് ഈസ് ആഡഡ് മോർ ദാൻ വൺസ് ഇൻ എ കാൽക്കുലേഷൻ ഓഫ് നാഷണൽ ഇൻകം, ഇറ്റ് ഈസ് കാൾഡ് ഡബിൾ കൗണ്ടിങ്. ഡബിൾ കൗണ്ടിങ് എന്ന് പറയുന്നത് ഒരു ഇക്കോണമിയിൽ ഒരു വർഷം ഉൽപ്പാദിപ്പിച്ച ഉൽപ്പന്നങ്ങൾ, ഒരു ഉൽപ്പന്നം തന്നെ 2 പ്രാവശ്യമോ അല്ലെങ്കിൽ അതിൽ കൂടുതൽ പ്രാവശ്യമോ അതിൻ്റെ മൂല്യം മെഷർ ചെയ്യപ്പെടുന്ന ഒരവസ്ഥ വന്നു കഴിഞ്ഞാൽ അതിനെ ഡബിൾ കൗണ്ടിങ് എന്ന് പറയാം. അത് എങ്ങനെയാണെന്ന് നോക്കുക. ഒരു ഉദാഹരണം നോക്കുക. ഒരു ഫാർമർ ഇവിടെ ഗോതമ്പ് ഉൽപ്പാദിപ്പിക്കുന്ന ഒരു കർഷകനാണ്. അദ്ദേഹത്തിൻ്റെ ടോട്ടൽ പ്രൊഡക്ഷൻസ് എന്ന് പറയുന്നത് അദ്ദേഹം മൊത്തം 100 രൂപയുടെ ഗോതമ്പ് ഉൽപ്പാദിപ്പിച്ചു എന്ന് സങ്കല്പിക്കുക. 100 രൂപയുടെ ഗോതമ്പ്. അദ്ദേഹത്തിന് ഇൻ്റർമീഡിയറ്റ് ഗുഡ്സ്, ഇവിടുത്തെ ആദ്യത്തെ കോളം നോക്കിയാൽ മതി, ഫാർമർ എന്നുള്ളതിനെ താഴേക്ക് നോക്കുക. അദ്ദേഹം മൊത്തം ഉൽപ്പാദിപ്പിച്ചത് 100 രൂപയുടെ ഗോതമ്പ് ഉൽപ്പാദിപ്പിച്ചു. ഇൻ്റർമീഡിയറ്റ് ഗുഡ്സ് യൂസ്ഡ് എന്ന് പറയുമ്പോൾ അദ്ദേഹം ഈ ഗോതമ്പ് ഉൽപ്പാദിപ്പിക്കുന്നതിന് വേണ്ടി വളങ്ങളോ കീടനാശിനികളോ വിത്തോ അങ്ങനെ പറയുന്നതൊന്നും വില കൊടുത്ത് വാങ്ങിയിട്ടില്ല. അങ്ങനെയുള്ള വസ്തു ഒന്നും അദ്ദേഹം അതിലേക്ക് ഉപയോഗിച്ചിട്ടില്ല. ഒരു അസംഷനാണ്. എന്ന് പറഞ്ഞാൽ അദ്ദേഹം കൃഷി ചെയ്തു, അതിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹത്തിന് 100 രൂപയുടെ ഗോതമ്പ് അദ്ദേഹം ഉൽപ്പാദിപ്പിച്ചു. ഇവിടെ അദ്ദേഹം കൂട്ടിച്ചേർക്കപ്പെട്ടത് എത്രയാണ്? വാല്യൂ ആഡഡ് 100 രൂപയാണ്. ഒന്നും അദ്ദേഹത്തിന് മുന്നേ അദ്ദേഹം ഇൻ്റർമീഡിയറ്റ് ആയിട്ട് ഒന്നും വാങ്ങിയിട്ടില്ല. അവിടെ വളങ്ങളോ കീടനാശിനികളോ അങ്ങനെ സങ്കല്പിക്കുക, വിത്തോ, അതിനൊന്നും അദ്ദേഹത്തിന് പൈസ ചിലവ് വന്നിട്ടില്ല. അദ്ദേഹം 100 രൂപയുടെ ഗോതമ്പ് ഉൽപ്പാദിപ്പിച്ചു എന്ന് പറഞ്ഞാൽ അദ്ദേഹം കൂട്ടിച്ചേർക്കപ്പെട്ടത് 100 രൂപയാണ്. ഇനി അതിന് തൊട്ടപ്പുറമുള്ള കോളം നോക്കൂ, ബേക്കർ. അദ്ദേഹത്തിൻ്റെ ടോട്ടൽ പ്രൊഡക്ഷൻസ് എന്ന് പറയുന്നത് 200 രൂപയാണ്. നമ്മളൊരു സിമ്പിളായിട്ട് എടുക്കുന്നതിന് വേണ്ടിയാണ് ആ ചെറിയ ഫിഗറുകൾ പറയുന്നത്. 200 രൂപയുടെ ബേക്കറി ഐറ്റംസ് അദ്ദേഹത്തിൻ്റെ ടോട്ടൽ പ്രൊഡക്ഷൻ ഒരു വർഷത്തിൽ. അതിനുവേണ്ടി 50 രൂപയുടെ ഗോതമ്പ് ആരിൽ നിന്ന് അദ്ദേഹം വാങ്ങിയിട്ടുണ്ട്? ഫാർമറിൽ നിന്ന് വാങ്ങിയിട്ടുണ്ട്. അതാണ് രണ്ടാമത് കാണിച്ചത്, ഇൻ്റർമീഡിയറ്റ് ഗുഡ്സ് യൂസ്ഡ്. 50 രൂപയുടെ ഗോതമ്പ് അദ്ദേഹം വാങ്ങിയിട്ടാണ് 200 രൂപയുടെ മൊത്തം ഉൽപ്പന്നം ഉണ്ടാക്കിയത്. ഇവിടെ ഈ ബേക്കർ യഥാർത്ഥത്തിൽ സൃഷ്ടിച്ച മൂല്യം എത്രയാണ്? അദ്ദേഹം 200 ഉണ്ടോ? ഇല്ല. അതിൽ 50 എന്ന് പറയുന്നത് ആരുടേതാണ്? ഫാർമറിൽ നിന്ന് അദ്ദേഹം ഫാർമർക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 200 മൈനസ് 50, 150 രൂപയാണ് അദ്ദേഹം സൃഷ്ടിച്ചത്, ഇല്ലേ? അപ്പോൾ ആ 50 രൂപ എന്തിനാണ് ഒഴിവാക്കിയത്? ഇൻ്റർമീഡിയറ്റ്സ് എന്ന് പറയുന്നത്. ആ ഇൻ്റർമീഡിയറ്റ്സ് ഒഴിവാക്കി കഴിഞ്ഞാൽ ഇവിടെ കൂട്ടിച്ചേർക്കപ്പെട്ട മൂല്യം എന്നുള്ളത് കിട്ടും. ഇവിടെ ഫാർമർ ആഡ് ചെയ്ത വാല്യൂ എന്ന് പറയുന്നത് 100 ബേക്കർ ആഡ് ചെയ്ത വാല്യൂ എന്ന് പറയുന്നത് 150 ആ ഇക്കോണമിയിൽ ആ വർഷത്തിൽ മൊത്തം ഉണ്ടായ മൂല്യം എന്ന് പറയുന്നത് 100 + 150 250 എന്നാൽ ടോട്ടൽ പ്രൊഡക്ഷൻസ് എന്നുള്ളത് നോക്കുകയാണെങ്കിൽ ഫാർമർ ടോട്ടൽ പ്രൊഡക്ഷൻ 100 ബേക്കറുടെ ടോട്ടൽ പ്രൊഡക്ഷൻ 200 100 + 200 300 വേണ്ടത്. എന്നാൽ ഈ 300 എന്ന് പറയുന്നതിൽ ഒരു ഡബിൾ കൗണ്ടിങ് വരുന്നുണ്ട്. എന്തായിരിക്കും? ഈ ടോട്ടൽ പ്രൊഡക്ഷൻ, ഫാർമറുടെ ടോട്ടൽ പ്രൊഡക്ഷനിൽ 50 രൂപയുടെ വീറ്റ് എന്ന് പറയുന്നത് ബേക്കറുടെയിലും വന്നിട്ടുണ്ട്. അത് നമ്മൾക്ക് ഒഴിവാക്കി കഴിഞ്ഞാൽ ഇവിടെ 100 + 150 250 എന്ന് പറയുന്നത് വാല്യൂ ആഡഡ് ആയി കിട്ടും. ഇത് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് അടുത്ത സ്ലൈഡിൽ നോക്കാം. ഇവിടെ പറയുന്നത് പ്രോഡക്റ്റ് മെത്തേഡിലെ രണ്ടാമത്തെ അപ്രോച്ചാണ്, വാല്യൂ ആഡഡ് അപ്രോച്ച്. ഒന്നാമത്തെ അപ്രോച്ച് പറഞ്ഞു കഴിഞ്ഞു. ഒന്നാമത്തെ അപ്രോച്ച് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു, ഫൈനൽ ഗുഡ്സ് അപ്രോച്ച് എന്ന് പറയുന്നതാണ്. രണ്ടാമത്തത് വാല്യൂ ആഡഡ് അപ്രോച്ച്. ഹിയർ ദ വാല്യൂ ജനറേറ്റഡ് ആൻഡ് ആഡഡ് ബൈ ഈച്ച് ഫേം ഇൻ ദ പ്രോസസ് ഓഫ് പ്രൊഡക്ഷൻ ഈസ് ആഡഡ് ടുഗദർ to get the value of production from the total production value of a firm. The value of intermediate excluded. This is to avoid double counting. ഈ പറഞ്ഞ കാര്യം എന്താണ്? നേരത്തെ നമ്മൾ കണ്ട അതേ ഫിഗർ
ഒരു രാജ്യത്ത് ഫാർമറും ബേക്കറും അവർ രണ്ട് പേരും ഉൽപ്പാദിപ്പിച്ചത് ഫാർമർ 100, ബേക്കർ 200 നമ്മൾ നേരത്തെ കണ്ടു കഴിഞ്ഞല്ലോ. എന്നാൽ അവിടെ ഫാർമറുടെ 100-ൽ നിന്ന് 50 രൂപയുടെ വീറ്റ് ആര് വാങ്ങിയിട്ടാണ്? ബേക്കർ വാങ്ങിയിട്ടാണ്. അദ്ദേഹം ബേക്കറി ഐറ്റംസ് 200 രൂപയുടെ ഇത് സൃഷ്ടിച്ചു എന്നുള്ളത് കൊണ്ട് ആ 200-ൽ നിന്ന് 50 നമ്മൾ എന്ത് ചെയ്യുകയാണ്? ഇൻ്റർമീഡിയറ്റ് ആയതുകൊണ്ട് അതിനെ സബ്സ്ട്രാക്റ്റ് ചെയ്യുന്നു. അതാണ് ഇവിടെ വാല്യൂ ആഡഡ് മെത്തേഡിൻ്റെ ഇക്വേഷൻ പറയുന്നതാണ്. വാല്യൂ ഓഫ് ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ ബേക്കറുടെ വാല്യൂ ഓഫ് ഔട്ട്പുട്ട് എത്രയാണ്? 200 ആദ്യം കിട്ടിയത്, മൈനസ് ഇൻ്റർമീഡിയറ്റ് കൺസംഷൻ. അദ്ദേഹം 200 രൂപയുടെ ബേക്കറി ഐറ്റംസ് ഉൽപ്പാദിപ്പിക്കുന്നതിന് വേണ്ടി അദ്ദേഹം വാങ്ങിയ ഇൻപുട്സ് 50 രൂപയുടെ വീറ്റാണ്. അപ്പോൾ 50 അതിൽ നിന്ന് ഒഴിവാക്കണം. അപ്പോൾ 200 മൈനസ് 50 150. എന്നാൽ ഫാർമറുടേത് എന്തായിരുന്നു? ഫാർമർ 100 രൂപയുടെ ഗോതമ്പ് ഉൽപ്പാദിപ്പിക്കുന്നതിന് വേണ്ടി അദ്ദേഹം വളങ്ങളോ വിത്തോ അല്ലെങ്കിൽ കീടനാശിനിയോ വില കൊടുത്ത് വാങ്ങിയിട്ടുണ്ടോ? ഇല്ല. നമ്മുടെ സങ്കല്പപ്രകാരം അദ്ദേഹത്തിന് ചിലവ് വന്നിട്ടില്ല. അദ്ദേഹമായി സൃഷ്ടിച്ചതാണ് 100 രൂപയുടേത്. അങ്ങനെയാകുമ്പോൾ അദ്ദേഹത്തിൻ്റെ വാല്യൂ ആഡഡ് എത്രയാണ്? 100. ബേക്കറുടേതോ? ബേക്കർ മൊത്തം ഉൽപ്പാദിപ്പിച്ചത് 200 ആണ്. അതിൽ 50 രൂപയ്ക്ക് അദ്ദേഹം ഇൻ്റർമീഡിയറ്റ് കൺസംഷൻ ഉണ്ട്. അപ്പോൾ 200 മൈനസ് 50 150 എന്നുള്ളത് കിട്ടും. ഇങ്ങനെ ഓരോ പ്രൊഡ്യൂസറും അവർ ഉൽപ്പാദിപ്പിച്ചതിൻ്റെ അദ്ദേഹം കൂട്ടിച്ചേർക്കപ്പെട്ട മൂല്യം മാത്രം എടുത്തുകൊണ്ട് നാഷണൽ ഇൻകം മെഷർ ചെയ്യുന്നതാണ് വാല്യൂ ആഡഡ് അപ്രോച്ച്. തൊട്ട് മുന്നേ നമ്മൾ കണ്ട ഭാഗത്ത് നിന്ന് ഇവിടെ ഫാർമറും ബേക്കറും മാത്രമാണെങ്കിൽ ഫാർമർ 100 രൂപയുടേതും ബേക്കർ 150-ൻ്റെതും വാല്യൂ ആഡഡ് പ്രകാരം 250 അവിടുത്തെ നാഷണൽ ഇൻകം എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഇക്കോണമിയിൽ ഒരു ഫാർമറും ബേക്കറും മാത്രമല്ല, ഒരുപാട് പ്രൊഡ്യൂസേഴ്സ് ഉണ്ട്. അവരുടേതൊക്കെ ഇതുപോലെ എടുക്കുക. ഡബിൾ കൗണ്ടിങ് ഒഴിവാക്കുന്നതിന് വേണ്ടി ഈ വാല്യൂ ആഡഡ് മെത്തേഡ് എന്ന് പറയുന്നത് എടുക്കുന്നു. ഓരോരുത്തരും കൂട്ടിച്ചേർക്കപ്പെട്ടത് മാത്രമാണ് എടുക്കുക. അപ്പോൾ വാല്യൂ ആഡഡ് മെത്തേഡിൻ്റെ ഇക്വേഷനാണ് വാല്യൂ ഓഫ് ഔട്ട്പുട്ട് മൈനസ് ഇൻ്റർമീഡിയറ്റ് കൺസംഷൻ എന്ന് പറയുന്നത്. ഇവിടെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കുറച്ചുകൂടി വ്യക്തമാവും. ഗ്രോസ് വാല്യൂ ആഡഡ്, മൊത്തം കൂട്ടിച്ചേർക്കപ്പെട്ട മൂല്യം എന്ന് പറയുന്നത് ഗ്രോസ് വാല്യൂ ഓഫ് ഔട്ട്പുട്ട് Q മൈനസ് വാല്യൂ ഓഫ് ഇൻ്റർമീഡിയറ്റ് കൺസംഷൻ. ഇപ്പോൾ ഇവിടെ നേരത്തെ നമ്മൾ കണ്ടത് ഫാർമറുടെ ഗ്രോസ് വാല്യൂ ആഡഡ് എങ്ങനെ കിട്ടിയത്? ഗ്രോസ് വാല്യൂ ഓഫ് ഔട്ട്പുട്ട്, അദ്ദേഹത്തിൻ്റെ ഗ്രോസ് വാല്യൂ ഓഫ് ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ 200 മൈനസ് വാല്യൂ ഓഫ് ഇൻ്റർമീഡിയറ്റ് കൺസംഷൻ. അദ്ദേഹം 50 രൂപയ്ക്ക് ഗോതമ്പ് വാങ്ങിച്ചു. അങ്ങനെ ആ 50 രൂപ അതിൽ നിന്ന് സബ്സ്ട്രാക്റ്റ് ചെയ്തു. അങ്ങനെയായപ്പോൾ 150 കിട്ടി ഗ്രോസ് വാല്യൂ ആഡഡ് എന്ന് പറയുന്നത്. എന്നാൽ ഫാർമറുടേത് ഗ്രോസ് വാല്യൂ ഓഫ് ഔട്ട്പുട്ട് 100 മൈനസ് വാല്യൂ ഓഫ് ഇൻ്റർമീഡിയറ്റ് കൺസംഷൻ. അദ്ദേഹത്തിന് ഇൻ്റർമീഡിയറ്റ് കൺസംഷൻ ഉണ്ടായിട്ടുണ്ടോ? 0 ആണ്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഗ്രോസ് വാല്യൂ ആഡഡ് എന്ന് പറയുന്നത് 100. ഇങ്ങനെ ഓരോ യൂണിറ്റുകളും ഗ്രോസ് വാല്യൂ ആഡഡ് എന്ന് പറഞ്ഞാൽ അത് അങ്ങനെയുള്ളതെല്ലാം ചേർത്തെടുക്കുമ്പോൾ ഗ്രോസ് വാല്യൂ ആഡഡ് GVA എന്ന് പറയുന്നത് നമുക്ക് കിട്ടും. അപ്പോൾ താഴെ പറയുന്നുണ്ട്, ദി യൂസ് ഓഫ് ഇൻ്റർമീഡിയറ്റ് ഗുഡ്സ് ഓഫ് എ ഫേം പർച്ചേസ്ഡ് ഫ്രം അതർ ഫേം ഈസ് കാൾഡ് ഇൻ്റർമീഡിയറ്റ് കൺസംഷൻ. ഇൻ്റർമീഡിയറ്റ് കൺസംഷൻ എന്ന് പറയുന്നത് ഒരു ഫേം ഉപയോഗിക്കുകയാണ്. മറ്റൊരു ഫേമിൽ നിന്ന് പർച്ചേസ് ചെയ്ത സാധനങ്ങൾ ഇവിടെ ഉപയോഗപ്പെടുത്തിയിട്ട് മറ്റൊരു ഉൽപ്പന്നം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ആ മറ്റു ഫേമിൽ നിന്ന് വാങ്ങുന്ന അതാണ് ഇൻ്റർമീഡിയറ്റ് കൺസംഷൻ എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ കണ്ടതുപോലെ ബേക്കർ ഫാർമറിൽ നിന്ന് 50 രൂപയ്ക്ക് വീറ്റ് വാങ്ങിച്ചപ്പോൾ ആ 50 രൂപയുടെ വീറ്റ് എന്താണ്? ഇൻ്റർമീഡിയറ്റ് കൺസംഷൻ എന്ന് പറയുന്നതാണ്. ഇവിടെ വാല്യൂ ആഡഡ് മെത്തേഡ് പ്രകാരം GDP എന്ന് പറയുന്നത് GDP ഈസ് ദ സം ഓഫ് ഗ്രോസ് വാല്യൂ ആഡഡ് ബൈ ഓൾ ദ പ്രൊഡ്യൂസേഴ്സ് ഇൻ ദ ഡൊമസ്റ്റിക് ടെറിട്ടറി ഓഫ് എൻ ഇക്കോണമി ഡ്യൂറിങ് എ ഇയർ. ഒരു വർഷം ഒരു ഇക്കോണമിയിൽ അതിൻ്റെ ഭൂമിശാസ്ത്രപരമായ അതിർത്തിക്കുള്ളിൽ ഉൽപ്പാദിപ്പിച്ച മൊത്തം കൂട്ടിച്ചേർക്കപ്പെട്ട എല്ലാ പ്രൊഡ്യൂസേഴ്സും മൊത്തം കൂട്ടിച്ചേർക്കപ്പെട്ട മൂല്യങ്ങളെയാണ് GDP എന്ന് പറയുന്നത്. ഇതൊരു ക്ലോസ്ഡ് ഇക്കോണമിയാണ്. നമ്മൾ സിമ്പിൾ ഇക്കോണമിയാണ് എടുത്തത്, 2 സെക്ടർ ഇക്കോണമി. അത് ക്ലോസ്ഡ് ഇക്കോണമിയാണ്, ഫോറിൻ ട്രേഡ് ഇല്ല എന്നൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. ആ അസംഷൻസ് ഓർത്തു വെക്കണം. അപ്പോൾ ഇവിടെ GDP എന്ന് പറയുന്നത് ആ രാജ്യത്തിനകത്തുള്ള മുഴുവൻ ഉൽപ്പാദകരും കൂട്ടിച്ചേർക്കപ്പെട്ട വാല്യൂ ആഡ് ചെയ്യപ്പെട്ട മൊത്തം കൂട്ടിച്ചേർക്കപ്പെട്ട മൂല്യങ്ങൾ കൂട്ടിയെടുത്തുകൊണ്ട് GDP എന്നുള്ളത് പറയും. അപ്പോൾ GDP ഈസ് ഈക്വൽ ടു GVA1 ഒരു ഫേമിൻ്റെ ഗ്രോസ് വാല്യൂ ആഡഡ് പ്ലസ് GVA2 മറ്റൊരു ഫേമിൻ്റെ അത് ആ രാജ്യത്തിനകത്ത് ആ ഇക്കോണമിക്കകത്ത് 1 2 3 അത് 100 എണ്ണം ഉണ്ടെങ്കിൽ 100 GVAN എന്നുള്ളത് കൊടുത്തതാണ്. എത്ര എണ്ണം ഉണ്ടോ അത്രയും ഫേമുകളുടെ ഗ്രോസ് വാല്യൂ ആഡഡ് കൂട്ടിയെടുത്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? GDP എന്നുള്ളത് കിട്ടും. അതിനെ ഇങ്ങനെ മാറ്റി എഴുതാം. GDP ഈസ് ഈക്വൽ ടു nth അല്ലേ, സിഗ്മ
nth i ഈസ് ഈക്വൽ ടു 1 ഗ്രോസ് വാല്യൂ ആഡഡ് ഐ എന്നുള്ളത്. ഐ എന്ന് പറയുന്നത് എത്ര ഫേം ഉണ്ട് എന്നുള്ളതാണ്. ഐ എൻ എന്നുള്ളത് 100 ഫേം ആണെങ്കിൽ അതിനനുസരിച്ച് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ ജി ഡി പി ഈസ് ഈക്വൽ ടു ഈ ഇക്വേഷൻ നിങ്ങൾ നോക്കി വെക്കണം. ഇതാണ് വാല്യൂ ആഡഡ് മെത്തേഡ് പ്രകാരം ജി ഡി പി മെഷർ ചെയ്യുന്നത്. അവിടെ ജി ഡി പി എന്ന് പറയുന്നത് ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് ആണ്. ഗ്രോസ് അതിലെന്ത് കൂടി വരും? ഡിപ്രീസിയേഷൻ കൂടി വരും. വിയർ ആൻഡ് ടിയർ എന്ന് പറഞ്ഞ ഡിപ്രീസിയേഷൻ നമ്മൾ നേരത്തെ അറിയാം നമ്മൾക്ക് അല്ലേ. ക്യാപിറ്റൽ ഗുഡ്സിന് വരുന്ന അതിൻ്റെ ഉൽപ്പാദനവുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ അതിന് സംഭവിക്കുന്ന തേയ്മാനമാണ്. ജി ഡി പിയിൽ എന്ത് കൂടി വരുന്നുണ്ട്? ഡിപ്രീസിയേഷൻ കൂടി വരുന്നുണ്ട്. ഡിപ്രീസിയേഷൻ കൂടി ഒഴിവാക്കി കഴിഞ്ഞാൽ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് ജി ഡി പി എന്ന് പറയുന്നതിൽ നിന്ന് ഡിപ്രീസിയേഷൻ പോയാൽ നെറ്റ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് ആവും. ഗ്രോസ് അതിൽ നിന്ന് ഡിപ്രീസിയേഷൻ പോയി കഴിഞ്ഞാൽ നെറ്റ് ആവും. അപ്പോൾ ജി ഡി പി എന്ന് പറയുന്നത് ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ്, അതിൽ നിന്ന് ഡിപ്രീസിയേഷൻ പോയി കഴിഞ്ഞാൽ നെറ്റ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ്. നെറ്റ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് എന്ന് പറയുമ്പോൾ അത് ഫൈനലായി അതാണ് നാഷണൽ ഇൻകമായിട്ട് ഒരു ക്ലോസ്ഡ് ഇക്കോണമിയിൽ നമുക്ക് പറയാവുന്നത്. അപ്പോൾ ജി ഡി പിയിൽ നിന്ന് ഡിപ്രീസിയേഷൻ മാത്രമേ അതിൽ പോകാനുള്ളൂ, ക്ലോസ്ഡ് ഇക്കോണമി ആയതുകൊണ്ട്. ഒരു ഓപ്പൺ ഇക്കോണമി ആണെങ്കിൽ അതിൽ നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡ് കൂടി ചേർക്കേണ്ടി വരും. ഇവിടെ നമ്മൾ എടുക്കുന്നത് ഒരു സിമ്പിൾ ഇക്കോണമിയാണ്, 2 സെക്ടർ ഇക്കോണമിയാണ്. അതുകൊണ്ട് തന്നെ ജി ഡി പിയിൽ നിന്ന് ഡിപ്രീസിയേഷൻ കൂടി പോയി കഴിഞ്ഞാൽ എൻ ഡി പി കിട്ടി, നെറ്റ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. ഈ എൻ ഡി പി എന്ന് പറയുന്നതിന് ഇക്വേഷനാണ് നെറ്റ് വാല്യൂ ആഡഡ്. nth ഫേമുകൾ എത്ര ഫേമുണ്ടോ ഈ ഇക്വേഷൻ പ്രകാരം എത്ര ഫേമുണ്ടോ അത്രയും ഫേമിൻ്റെ നെറ്റ് വാല്യൂ ആഡഡ് ആണ് ഇവിടെ എൻ ഡി പി, നെറ്റ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ്. നെറ്റ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഈസ് ദ സം ഓഫ് ദ നെറ്റ് വാല്യൂ ആഡഡ് ബൈ ഓൾ ഫേംസ് ഇൻ ദ ഇക്കോണമി. ഇവിടെ യഥാർത്ഥത്തിൽ അറ്റ ആഭ്യന്തര ഉൽപ്പന്നം നെറ്റ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ്. ജി ഡി പി എന്ന് പറഞ്ഞാൽ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ്, മൊത്തം ആഭ്യന്തര ഉൽപ്പന്നം. അതിൽ നിന്ന് ഡിപ്രീസിയേഷൻ തേയ്മാനം കൂടി ഒഴിവാക്കി കഴിഞ്ഞാൽ ബാക്കിയുള്ളതാണ് അറ്റ ആഭ്യന്തര ഉൽപ്പന്നം എന്ന് പറയുന്നത്. ഒരു ക്ലോസ്ഡ് ഇക്കോണമിയിൽ നാഷണൽ ഇൻകം എന്ന് പറയുന്നത് അത് പ്രകാരം കാൽക്കുലേറ്റ് ചെയ്യാൻ സാധിക്കുന്നു. ഇനി പ്രോഡക്റ്റ് മെത്തേഡിലെ മൂന്നാമത്തെ അപ്രോച്ചാണ് സെയിൽ അപ്രോച്ച് എന്ന് പറയുന്നത്. ഓൾ പ്രൊഡ്യൂസ്ഡ് ഔട്ട്പുട്ട്സ് ആർ നോട്ട് സോൾഡ് ബൈ എ ഫേം ഇൻ ദ സെയിം ഇയർ. ഹെൻസ് ഹിയർ വി അപ്രോച്ച് ഫ്രം ദ സൈഡ് ഓഫ് സെയിൽസ് ആൻഡ് നോട്ട് പ്രൊഡക്ഷൻ. സെയിൽ അപ്രോച്ച് എന്ന് പറയുന്നത് സെയിലിൻ്റെ സൈഡിൽ നിന്നുകൊണ്ട്, വിൽപ്പനയുടെ ഭാഗത്ത് നിന്നുകൊണ്ട് മെഷർ ചെയ്യുന്നതാണ്, ഉൽപ്പാദനത്തിൻ്റെ ഭാഗത്ത് നിന്നല്ല. എന്താ പ്രത്യേകത? ഒരു വർഷം ഉൽപ്പാദിപ്പിച്ച മുഴുവൻ ഉൽപ്പന്നങ്ങളും ആ വർഷം തന്നെ വിറ്റഴിച്ചു കൊള്ളണമെന്നില്ല. വിറ്റഴിയാതെ അടുത്ത വർഷത്തിലേക്ക് പോകുന്ന ഫിനിഷ്ഡ് ഗുഡ്സ് ആവാം, സെമി ഫിനിഷ്ഡ് ഗുഡ്സ് ആവാം, റോ മെറ്റീരിയൽ ആവാം. ഒരു വർഷം ഉൽപ്പാദിപ്പിച്ചു, അടുത്ത വർഷത്തിലേക്ക് അത് ക്യാരി ഓവർ ചെയ്യുന്ന അതിനെയാണ് നമ്മൾ പറഞ്ഞത് ഇൻവെൻട്രി എന്ന് മുന്നേ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഇൻവെൻട്രീസ് ഉണ്ടായിരിക്കും. അവിടെ ഇൻവെൻട്രീസ് അക്യുമുലേറ്റഡ് ഇൻവെൻട്രീസ് ഉണ്ട്, ഡീക്യുമുലേറ്റഡ് ഉണ്ട് അല്ലേ, അത് പ്ലാൻഡ് ഉണ്ട്, അൺപ്ലാൻഡ് ഉണ്ട്. ഇതൊക്കെ വിശദമായിട്ട് നമ്മൾ നേരത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. ആ ഭാഗങ്ങളൊക്കെ കൃത്യമായിട്ട് നോക്കുന്നവർക്ക് പെട്ടെന്ന് ഇത് ക്യാച്ച് ചെയ്ത് മുന്നോട്ട് പോകാൻ സാധിക്കും. അപ്പോൾ സെയിൽ അപ്രോച്ച് എന്ന് പറഞ്ഞാൽ വിൽപ്പനയുടെ ഭാഗത്ത് നിന്നാണ്. എങ്ങനെ അത് കാണുക? വാല്യൂ ഓഫ് ഔട്ട്പുട്ട് എന്നുള്ളത് എങ്ങനെയാണ് കാണുന്നത്? വാല്യൂ ഓഫ് സെയിൽസ് പ്ലസ് വാല്യൂ ഓഫ് ചേഞ്ച് ഇൻ ഇൻവെൻട്രീസ്. ഇൻവെൻട്രീസ് എന്ന് പറയുന്നത് ക്യാരി ഓവർ ചെയ്യുന്നതാണ് അല്ലേ. ഒരു വർഷത്തിലെ ഉൽപ്പന്നം അടുത്ത വർഷത്തിലേക്ക് ക്യാരി ഓവർ ചെയ്യുന്നതാണ്. അത് പ്ലാൻഡ് ആവാം, അൺപ്ലാൻഡ് ആവാം. അപ്പോൾ ആ ഇൻവെൻട്രീസ് എന്ന് പറഞ്ഞ ഭാഗമൊന്നും മനസ്സിലാക്കാത്തവർ ആ ഭാഗം പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ വാല്യൂ ഓഫ് ഔട്ട്പുട്ട് ഈസ് ഈക്വൽ ടു വാല്യൂ ഓഫ് സെയിൽസ് പ്ലസ് വാല്യൂ ഓഫ് ചേഞ്ച് ഇൻ ഇൻവെൻട്രീസ്. അപ്പോൾ വാല്യൂ ഓഫ് സെയിൽസ് എന്ന് പറയുന്നത് ഔട്ട്പുട്ട് സോൾഡ് ഇൻറ്റു പ്രൈസ്, വിൽപ്പന നടത്തിയ വസ്തു ഇൻറ്റു അത് വിൽപ്പന നടത്തിയ വില. ചേഞ്ച് ഇൻ ഇൻവെൻട്രിയോ ക്ലോസിംഗ് സ്റ്റോക്കും ഓപ്പണിംഗ് സ്റ്റോക്കും, അതാണ് ചേഞ്ച് ഇൻ ഇൻവെൻട്രി. അത് നമ്മൾ വിശദമായിട്ട് അവിടെ പറഞ്ഞിട്ടുണ്ടല്ലോ. ഒരു വർഷത്തിൽ ഉൽപ്പാദിപ്പിച്ചു അല്ലെങ്കിൽ ഒരു വർഷത്തിൽ ഉൽപ്പാദനം തുടങ്ങി, പാതിയായിട്ടുള്ള ഉൽപ്പന്നം സെമി ഫിനിഷ്ഡ് ഗുഡ്സ് അല്ലെങ്കിൽ ഫിനിഷ്ഡ് ഗുഡ്സ് അത് ക്യാരി ഓവർ ചെയ്യുകയാണ് അടുത്തതിലേക്ക് അല്ലേ. അവിടെ നമ്മൾ ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് പറയുന്നിടത്ത് ഇൻവെൻട്രി കൂടി പറഞ്ഞിരുന്നു. ആ ഭാഗം പ്രത്യേകം ശ്രദ്ധിക്കണം. ഇവിടെ സെയിൽ അപ്രോച്ച് എന്ന് പറയുന്നത് പ്രൊഡക്ഷൻ സൈഡിലല്ല, സെയിൽസ് സൈഡിൽ നിന്നുകൊണ്ട് നാഷണൽ ഇൻകം മെഷർ ചെയ്യുന്ന ഒരു അപ്രോച്ചാണ് പ്രോഡക്റ്റ് മെത്തേഡിലെ. അപ്പോൾ ഇവിടെ 3 അപ്രോച്ചുകൾ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഫൈനൽ ഗുഡ്സ് അപ്രോച്ച്, വാല്യൂ ആഡഡ് അപ്രോച്ച്, ദെൻ സെയിൽ അപ്രോച്ച് എന്ന് പറഞ്ഞത്. മെഷർമെൻറ്റ് ഓഫ് നാഷണൽ ഇൻകം. നാഷണൽ ഇൻകം മെഷർ ചെയ്യാനുള്ള 3 മെത്തേഡുകളാണ് പ്രോഡക്റ്റ് മെത്തേഡ്, എക്സ്പെൻഡിച്ചർ മെത്തേഡ്, ഇൻകം മെത്തേഡ്. അതിൽ പ്രോഡക്റ്റ് മെത്തേഡ് നമ്മൾ വിശദമായിട്ട് പറഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്ക് എക്സ്പെൻഡിച്ചർ മെത്തേഡ് എന്താണെന്ന് നോക്കാം. ഇൻ ദിസ് മെത്തേഡ്
we add the final expenditure in the economy. This is the expenditure of households, firms, government and the rest of the world incurred to purchase final goods produced by all the firms in the domestic territory. Here, expenditure on intermediate goods will not be considered. എക്സ്പെൻഡിച്ചർ മെത്തേഡ് വ്യയമാന രീതിയിൽ ആഡ് ചെയ്യുന്നത് ഓൾ ഫൈനൽ എക്സ്പെൻഡിച്ചർ ഇൻ ദ ഇക്കോണമി. ഒരു ഇക്കോണമിയിലെ മുഴുവൻ ഫൈനൽ എക്സ്പെൻഡിച്ചറാണ് ഇവിടെ ആഡ് ചെയ്തെടുക്കുന്നത്. ഫൈനൽ എക്സ്പെൻഡിച്ചർ എവിടെ നിന്നൊക്കെ ഉള്ളത്? ഹൗസ് ഹോൾഡ് സെക്ടറിൽ നിന്നുള്ളത്, ഫേമിൽ നിന്നുള്ളത്, ഗവൺമെൻറ്റിൽ നിന്നുള്ളത്, അതോടൊപ്പം ഫോറിൻ ട്രേഡ്, അതാണ് റെസ്റ്റ് ഓഫ് ദ വേൾഡ് ഇൻക്വേർഡ് പർച്ചേസ്ഡ് ഫൈനൽ ഗുഡ്സ് ആൻഡ് പ്രൊഡ്യൂസ്ഡ് ബൈ ദ ഓൾ ദ ഫേം ഇൻ ഡൊമസ്റ്റിക് ടെറിട്ടറി എന്ന് പറയുന്നത്. ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ ഇൻ്റർമീഡിയറ്റ് ഗുഡ്സിൻ്റെ അതിനു വേണ്ടി വരുന്ന എക്സ്പെൻഡിച്ചർ കൺസിഡർ ചെയ്യുന്നില്ല. ഫൈനൽ എക്സ്പെൻഡിച്ചറാണ് എടുക്കുന്നത്. അവിടെ ആദ്യത്തെ ഫൈനൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് കൺസംഷനാണ്, ഹൗസ് ഹോൾഡ് സെക്ടറിൽ നിന്ന്. ദ ഫൈനൽ കൺസംഷൻ എക്സ്പെൻഡിച്ചർ ഓൺ ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ്ഡ് ബൈ ദ ഫേം ഫ്രം ദ ഹൗസ് ഹോൾഡ്. ഹൗസ് ഹോൾഡ് സെക്ടറിൽ നിന്ന് ഫേം ഉൽപ്പാദിപ്പിച്ച ഉൽപ്പന്നങ്ങൾക്ക് വേണ്ടി വരുന്ന, സാധന സേവനങ്ങൾക്ക് വേണ്ടി വരുന്ന ഫൈനൽ കൺസംഷൻ എക്സ്പെൻഡിച്ചർ, അതാണ് CI എന്നുള്ളത് ഡിനോട്ട് ചെയ്തിട്ടുള്ളത്. ഇൻവെസ്റ്റ്മെൻറ്റ് എക്സ്പെൻഡിച്ചർ, the final investment expenditure incurred by other firms on capital goods produced by the firm I എന്ന് പറയുന്നത് ഇൻവെസ്റ്റ്മെൻറ്റ്, അതിൽ സ്മോൾ ലെറ്റർ I കൊടുത്തിരിക്കുന്നത് മറ്റ് ഫേമുകൾ ഉൽപ്പാദിപ്പിച്ച ക്യാപിറ്റൽ ഗുഡ്സിന് വേണ്ടി ഒരു ഫേം ചിലവ് ചെയ്യുന്ന എക്സ്പെൻഡിച്ചർ എന്ന് പറയുമ്പോൾ ഒരു ഫേമിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഇൻവെസ്റ്റ്മെൻറ്റ് എക്സ്പെൻഡിച്ചറാണ് I. ദെൻ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഗവൺമെൻറ് ഫൈനൽ കൺസംഷൻ എക്സ്പെൻഡിച്ചർ ഓൺ ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ്ഡ് ബൈ ദ ഫേം I. അപ്പോൾ ഉൽപ്പാദിപ്പിക്കുന്നതൊക്കെ ഫേമുകളാണ്, അവരുടെ സാധന സേവനങ്ങൾ വാങ്ങിച്ച് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന എക്സ്പെൻഡിച്ചറാണ് G എന്നുള്ളത് ഡിനോട്ട് ചെയ്തിരിക്കുന്നത്. മറ്റൊരെണ്ണം വരുന്നത് ദ എക്സ്പോർട്ട് റവന്യൂസ് ദാറ്റ് ഫേംസ് I ഏൺസ് ബൈ സെല്ലിംഗ് ഇറ്റ്സ് ഗുഡ്സ് ആൻഡ് സർവീസസ് എബ്രോഡ്, XI എന്ന് പറയുന്നത്. ഇവിടെ മനസ്സിലാക്കേണ്ടത് എക്സ്പോർട്ടും ഇമ്പോർട്ടും ഉണ്ടായിരിക്കും ഒരു ഓപ്പൺ ഇക്കോണമി ആണെങ്കിൽ. അപ്പോൾ എക്സ്പോർട്ട് മൈനസ് ഇമ്പോർട്ട് എന്ന് പറയുന്നത് നമ്മൾ ഇറക്കുമതി ചെയ്ത് കഴിഞ്ഞാൽ അതിനൊരു ചിലവ് വരും. എക്സ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഗുഡ്സ് ആൻഡ് സർവീസസ് എക്സ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നിന്നൊരു റവന്യൂ എന്നുള്ളത് ലഭിക്കുകയും ചെയ്യും. ഇമ്പോർട്ട് ചെയ്യുകയാണെങ്കിലോ അതിനുള്ള ഗുഡ്സ് ആൻഡ് സർവീസസിനുള്ള പെയ്ഡ് ഔട്ട് നടത്തേം വേണ്ടി വരും. ഇവിടെ എക്സ് എന്ന് പറയുന്നത് ആ ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത് നോട്ട് ചെയ്യുകയാണ്. അങ്ങനെയാകുമ്പോൾ നമുക്ക് എക്സ്പെൻഡിച്ചർ മെത്തേഡിൽ C+I+G+X-M എക്സ്പോർട്ട് മൈനസ് ഇമ്പോർട്ട് എന്നുള്ളതാണ് X-M എന്നുള്ളത് കൊടുത്തത്. ഇങ്ങനെ നമുക്ക് എന്ത് കണ്ടെത്താൻ സാധിക്കും? GDP എന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്തെടുക്കാൻ സാധിക്കും. ഇനി രണ്ടാമത്തെ മെത്തേഡാണ് ഇൻകം മെത്തേഡ്. ഇൻ ദിസ് മെത്തേഡ് വി മെഷർ നാഷണൽ ഇൻകം ഫ്രം ദ ഡിമാൻഡ് സൈഡ്. ഡിമാൻഡ് സൈഡിൽ നിന്നുകൊണ്ട് നാഷണൽ ഇൻകം മെഷർ ചെയ്യുന്നതാണ് ഇൻകം മെത്തേഡ് എന്ന് പറയുന്നത്. ഇവിടെ എങ്ങനെയാണ് കാൽക്കുലേഷൻ പോകുന്നത്? The sum of final expenditures in the economy must be equal to the income received by all the factors of production taken together. കാര്യം ഓക്കെയാണോ? The sum of final expenditure ഒരു ഇക്കോണമിയിലെ ഫൈനൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് എന്തിനു തുല്യമായിരിക്കും? അവിടുത്തെ വരുമാനത്തിന് തുല്യമായിരിക്കും. അവിടെ എത്ര വരുമാനമാണ് ലഭിച്ചിരിക്കുന്നത്? ആർക്ക് ലഭിച്ചത്? ഇൻകം റിസീവ്ഡ് ബൈ ദ ഓൾ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻസ്. ഉൽപ്പാദന ഘടകങ്ങൾക്ക്, മുഴുവൻ ഉൽപ്പാദന ഘടകങ്ങൾക്കും ലഭിച്ച വരുമാനം എത്രയാണോ അത് മൊത്തം ചിലവ് ചെയ്യപ്പെടുന്നു. ഇതാണ് അസംഷൻ. അതുകൊണ്ട് തന്നെ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻസിന് കിട്ടിയ വരുമാനത്തിന് തുല്യമായിരിക്കും അവിടുത്തെ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. അപ്പോൾ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻസ് എന്ന് പറയുന്നിടത്ത് അതിനെ നമുക്ക് ഇങ്ങനെ പറയാം. ഇറ്റ് ഗിവ്സ് ദ ഐഡിയ ദാറ്റ് ദ റവന്യൂസ് ഏൺഡ് ബൈ ഓൾ ദ ഫേംസ് പുട്ട് ടുഗദർ മസ്റ്റ് ബി ഡിസ്ട്രിബ്യൂട്ടഡ് എമംഗ് ദ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻസ്. ഇപ്പോൾ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻസ് എന്ന് പറയുന്നത് ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ ഓർഗനൈസറാണ്. ലാൻഡിന് റെൻറ്റ് കിട്ടുന്നു, ലേബർക്ക് വേജ് കിട്ടുന്നു, ക്യാപിറ്റലിന് ഇൻട്രസ്റ്റ് ആൻഡ് ഓർഗനൈസ് ഓർ എൻ്റർപ്രണർക്ക് പ്രോഫിറ്റ്. ഹിയർ ദ ഡിപ്രീസിയേഷൻ ചാർജസ് ആൻഡ് നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സസ് ആർ ഇൻക്ലൂഡഡ് ഇൻ ഗ്രോസ് പ്രോഫിറ്റ്. ഡിപ്രീസിയേഷൻ ചാർജിനെ കുറിച്ചും നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. അത് അതിൻ്റെ കാൽക്കുലേഷനിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഇപ്പോൾ ഇവിടെ ഇൻകം മെത്തേഡിൽ റെൻറ്റ്, വേജ്, ഇൻട്രസ്റ്റ്, പ്രോഫിറ്റ് ഇതാണ് ഫാക്ടേഴ്സ് റെമ്യൂണറേഷൻ എന്ന് പറയുന്നത്, ഫാക്ടർ ഇൻകം എന്ന് പറയുന്നത്. ഈ 4 ഘടകങ്ങളുടെ വരുമാനവും ചേർത്തെടുത്ത് കഴിഞ്ഞാൽ അവിടുത്തെ ഇൻകം ടോട്ടലായി.
അത് എത്രയാണോ അത്ര തന്നെ ആയിരിക്കും അവിടെ എക്സ്പെൻഡിച്ചർ ഉണ്ടാവുക എന്നാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇൻകം മെത്തേഡിൽ GDP എന്ന് പറയുന്നത് W പ്ലസ് P പ്ലസ് IN പ്ലസ് R എന്ന് പറഞ്ഞാൽ വേജ് പ്ലസ് പ്രോഫിറ്റ് പ്ലസ് ഇൻട്രസ്റ്റ് പ്ലസ് റെൻറ്റ് എന്ന് പറയുമ്പോൾ ഒരു ഇക്കോണമിയിലെ മുഴുവൻ ഘടകങ്ങൾക്കും മുഴുവൻ തൊഴിലാളികൾക്കും ലഭിച്ച വരുമാനം, വേതനം, മുഴുവൻ എൻ്റർപ്രണർക്കും ഓർഗനൈസർക്കും ലഭിച്ച പ്രോഫിറ്റ്, മുഴുവൻ ക്യാപിറ്റൽ ഓണേഴ്സിനും ലഭിച്ച ഇൻട്രസ്റ്റ്, മുഴുവൻ ലാൻഡ് ഓണേഴ്സിനും ലഭിച്ച റെൻറ്റ്, ഇതെല്ലാം ടോട്ടൽ ചെയ്തെടുക്കുമ്പോൾ അവിടെ ഇൻകം മെത്തേഡ് വഴി GDP എന്നുള്ളത് മെഷർ ചെയ്തെടുക്കാം. ലെറ്റ് WI be the wages and salaries received by the ith household in a particular year എന്ന് പറഞ്ഞാൽ ആ ഇക്കോണമിയിലെ ഒരു പ്രത്യേക വർഷത്തിൽ അവിടുത്തെ മുഴുവൻ തൊഴിലാളികൾക്കും ലഭിച്ച വേതനമാണ് അവിടെ WI എന്നുള്ളത് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെയാണ് പ്രോഫിറ്റും ഇൻട്രസ്റ്റും റെൻറ്റും. ഓരോ ഘടകങ്ങൾക്കും അവിടുത്തെ മുഴുവൻ ഓർഗനൈസേഴ്സിനും ലഭിച്ചിട്ടുള്ള പ്രോഫിറ്റ് PI എന്നുള്ളത് കൊടുത്തിരിക്കുന്നത്. അതുപോലെ ക്യാപിറ്റൽ ഓണേഴ്സിന് ഇൻട്രസ്റ്റ്, R എന്ന് പറയുന്നത് ലാൻഡ് ഓണേഴ്സിന് ലഭിച്ച റെമ്യൂണറേഷനായിട്ടുള്ള റെൻറ്റ്, അങ്ങനെയാണ് ഡിനോട്ട് ചെയ്തിട്ടുള്ളത്. അതാണ് ഇവിടെ വിശദമായിട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ വേജ് എന്ന് പറയുമ്പോൾ ആ ഇക്കോണമിയിലെ മുഴുവൻ തൊഴിലാളികൾക്കും ലഭിച്ചു. എത്ര തൊഴിലാളിയുണ്ടോ, 1000 തൊഴിലാളി ഉണ്ടെങ്കിൽ 1000 തൊഴിലാളികൾക്കും ലഭിച്ചിട്ടുള്ള വേജ്, അതിൻ്റെ സം ടോട്ടലാണ് W എന്ന് പറയുന്നത്. അതുപോലെ പ്രോഫിറ്റും, അതാണ് സിഗ്മ ഇട്ട് കൊടുത്തിരിക്കുന്നത്. നമ്പർ ഓഫ് ഓർഗനൈസേഴ്സ്, അവർക്ക് മൊത്തത്തിലായിട്ട് ലഭിച്ചിട്ടുള്ള പ്രോഫിറ്റ്, അതിന് P. അതുപോലെ ഇൻട്രസ്റ്റും റെൻറ്റും, അതാണ് GDP എന്ന് പറയുന്നത്. W പ്ലസ് P പ്ലസ് IN പ്ലസ് R, വേജ് പ്ലസ് പ്രോഫിറ്റ് പ്ലസ് ഇൻട്രസ്റ്റ് പ്ലസ് റെൻറ്റ്, ഇത് കൂട്ടിയെടുക്കുമ്പോൾ ഇൻകം മെത്തേഡ് വഴി GDP എന്ന് പറയുന്നത് കാൽക്കുലേറ്റ് ചെയ്യാൻ സാധിക്കുന്നു. ഇങ്ങനെ ഈ 3 മെത്തേഡിൽ നാഷണൽ ഇൻകം മെഷർ ചെയ്ത് കഴിഞ്ഞാലും കിട്ടുന്ന തുക തുല്യമായിരിക്കും. അത് നമുക്ക് ദസ് വി ക്യാൻ സമ്മറൈസ് ദ മെഷേഴ്സ് ഓഫ് നാഷണൽ ഇൻകം ഇൻ 3 ഐഡൻറ്റിറ്റീസ്. 3 മെത്തേഡിൽ എക്സ്പെൻഡിച്ചർ മെത്തേഡ് ആവട്ടെ, ഇൻകം മെത്തേഡ് ആവട്ടെ, പ്രോഡക്റ്റ് മെത്തേഡ് ആവട്ടെ, ഇതിന് 3ൻ്റെ ഇക്വേഷൻസ് ആണ് കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ എക്സ്പെൻഡിച്ചർ മെത്തേഡ് എന്ന് പറയുന്നത് C പ്ലസ് I പ്ലസ് G പ്ലസ് X മൈനസ് M ആണ്. ഇൻകം മെത്തേഡ് എന്ന് പറയുന്നത് W പ്ലസ് P പ്ലസ് IN പ്ലസ് R എന്നുള്ളതാണ്. പ്രോഡക്റ്റ് മെത്തേഡ് ഓർ വാല്യൂ ആഡഡ് മെത്തേഡ് എന്ന് പറയുന്നത് നമുക്ക് പറഞ്ഞു ഗ്രോസ് വാല്യൂ ആഡഡ് nth ഫോം എന്ന് പറയുന്നിട്ട് സിഗ്മ N അല്ലേ, അങ്ങനെ ഒരു ഇക്വേഷൻസ് നമ്മളവിടെ പറഞ്ഞിരുന്നു. ഇവിടെ എക്സ്പെൻഡിച്ചർ മെത്തേഡിൽ കിട്ടുന്ന നാഷണൽ ഇൻകം 10,000 കോടി രൂപയാണെങ്കിൽ അതേ ഇയറിൽ അതേ ഇക്കോണമിയിൽ മെഷർ ചെയ്താൽ ഇൻകം മെത്തേഡ് പ്രകാരവും 10,000 കോടി രൂപ തന്നെ ലഭിക്കും. പ്രോഡക്റ്റ് മെത്തേഡ് പ്രകാരവും ലഭിക്കേണ്ടത് 10,000 കോടി രൂപ തന്നെ ആയിരിക്കും. അപ്പോൾ ഇതിലെ 3 മെത്തേഡ് പ്രകാരം നാഷണൽ ഇൻകം മെഷർ ചെയ്ത് കഴിഞ്ഞാൽ ലഭിക്കുന്ന തുക തുല്യമായിരിക്കും. പക്ഷേ ഇവിടെ മെഷർ ചെയ്യുന്ന സൈഡുകൾ തമ്മിലുള്ള വ്യത്യാസമാണ്. ഒന്ന് ഉൽപ്പന്നത്തിൻ്റെ ഭാഗത്ത് നിന്നുകൊണ്ട് മെഷർ ചെയ്യുന്നു, മറ്റൊന്ന് വരുമാനത്തിൻ്റെ ഭാഗത്ത് നിന്നുകൊണ്ട് മെഷർ ചെയ്യുന്നു, വേറൊരെണ്ണം വ്യയം എക്സ്പെൻഡിച്ചറിൻ്റെ ഭാഗത്ത് നിന്നുകൊണ്ട് മെഷർ ചെയ്യുന്നു. അതാണ് ഇവിടെ 3 ഇക്വേഷൻസും കൊടുത്തിരിക്കുന്നത്. ഇത് പ്രത്യേകം നോട്ട് ചെയ്തു വെക്കണം. ഈ കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞത് നാഷണൽ ഇൻകം അക്കൗണ്ടിങ് മാക്രോ എക്കണോമിക്സിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചാപ്റ്ററാണ്. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങളൊക്കെ ഫോക്കസ് ഏരിയയിൽ വന്നിട്ടുണ്ട്. അതിൻ്റെ കൃത്യമായിട്ട് അതിൻ്റെ നോട്ടിംഗ് ഒക്കെ നടത്തി നല്ല ഒരു മാർക്കിനുള്ള ക്വസ്റ്റ്യൻ നിങ്ങൾ അത് ആ ചാപ്റ്ററിൽ നിന്ന് പ്രതീക്ഷിക്കുക. അപ്പോൾ അതിൻ്റെ ലളിതമായ രീതിയിൽ നമ്മളിവിടെ പ്രസൻറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി ടെക്സ്റ്റും മറ്റു മെറ്റീരിയലുകളൊക്കെ വെച്ചുകൊണ്ട് അതിനൊക്കെ ക്രോഡീകരിച്ച് നല്ല രീതിയിൽ പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുപ്പുകൾ നടത്തുക. അടുത്ത ദിവസം നമുക്ക് മറ്റൊരു ഫോക്കസ് പോയിൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ഡിസ്കഷൻ കണ്ടുമുട്ടാം. ഓക്കെ, ബൈ.